Good evening, Matinee വെബിനാറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് കൗൺസിലിംഗുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഗ്ലാഡിസൺ സാർ നമുക്ക് വേണ്ടി എടുക്കുന്നത്. പ്രത്യേകിച്ച് കൗൺസിൽ ചെയ്യുന്ന നമ്മൾ ഓരോരുത്തർക്കും, കൗൺസിൽ ചെയ്യണമെന്നില്ല, ഏതൊരു വ്യക്തിക്കും എപ്പോഴും ആവശ്യമുള്ള ഒരു പ്രത്യേക സ്വഭാവ വിശേഷം എമ്പതി. എന്താണ് എമ്പതി എന്നും എവിടെയൊക്കെയാണ് എമ്പതി അപ്ലൈ ചെയ്യേണ്ടതെന്നും ഏതൊക്കെ രീതിയിലാണ് എമ്പതി ഇങ്ങനെയുള്ള സന്ദർഭങ്ങൾ ഉപയോഗിക്കേണ്ടതെന്നുമെല്ലാം വളരെ കൃത്യമായി ഗ്ലാഡിസൺ സാർ നമ്മോട് സംസാരിക്കും. സാർ ഒരു പ്രാക്ടിക്കൽ സൈക്കോളജിസ്റ്റ് ആണ്. എറണാകുളം സ്വദേശി, കീഴിലമാണ് സ്വദേശം. വളരെ കാലത്തെ അനുഭവ പരിചയമുള്ള ഗ്ലാഡിസൺ സാറിനെ നിങ്ങൾ എല്ലാവരുടെയും പേരിൽ ഞാൻ ഇതിലേക്ക് ക്ഷണിക്കുകയാണ്. Sir, you are welcome. Oh, thank you so much. Sabu sir, thank you so much. Sir, വളരെ encouraging ആയിട്ടുള്ള person. I could feel it personally also. I felt it in many occasions. Welcome everybody to this webinar. നമ്മുടെ ടോപ്പിക് ഇന്ന് റോൾ ഓഫ് എംപതി ഇൻ കൗൺസിലിംഗ് എന്നുള്ളതാണ്. അതിൽ തുടങ്ങാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. കോൺസെപ്റ്റ് ഓഫ് എംപതി, സ്ട്രെങ്ത്സ് ആൻഡ് ലിമിറ്റേഷൻസ് ഓഫ് എ കൗൺസിലർ ഇൻ കൗൺസിലിംഗ്. ഇത്തരം ടോപ്പിക്സ് നമ്മൾ അതിൽ കവർ ചെയ്യും. കോൺസെപ്റ്റ് ഓഫ് എംപതി, സ്ട്രെങ്ത്സ് ആൻഡ് ലിമിറ്റേഷൻസ് ഓഫ് എ കൗൺസിലർ ഇൻ കൗൺസിലിംഗ്. വി മൂവ് ഓൺ ടു ചെയ്യാൻ പറ്റണം. Okay, thank you. Concept of empathy in counseling. Empathy എന്ന് പറയുമ്പോൾ empathy is the key to creating a safe and understanding environment in counseling sessions. Counseling sessionൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കീയാണ്. ഇപ്പോ ഈവൻ ഈ ക്ലാസ് തുടങ്ങുമ്പോൾ തന്നെ ഞാൻ ഐ കം വിത്ത് ആൻ എംപത്തറ്റിക് ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് ദിസ് ഹോൾ ഗ്രൂപ്പ് മെമ്പേഴ്സ്. അപ്പോ തമ്മിലും എല്ലാത്തിലും ദർ ഈസ് എ കീ ഓഫ് എംപത്തി, ആൻഡ് ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഇൻ കൗൺസിലിംഗ്. എംപത്തി ഗീവ്സ് സോർട്ട് ഓഫ് അണ്ടർസ്റ്റാൻഡിങ്, ഒരു കമ്പാഷൻ തരും, ഒരു അഫിനിറ്റി തരും, സോർട്ട് ഓഫ് അപ്രീസിയേഷൻ ഉണ്ടാകും. ദർ ഈസ് എ റാപ്പോ ബിൽഡിംഗ് ഇൻ എംപത്തി. A safe and understanding environment in counseling sessions. We move on to a structure of a counseling session. നമ്മളൊരു സ്ട്രക്ചർ, ഒരു കൗൺസിലിംഗ് സെഷന്റെ ഒരു സ്ട്രക്ചർ നമ്മുടെ മൈൻഡിലുള്ളത് എപ്പോഴും നല്ലതാണ്. ചിലപ്പോ ഇവിടെ വന്നിട്ടുള്ളവർ എല്ലാവരും തന്നെ കൗൺസിൽ ചെയ്യുന്നവരായിരിക്കും. അവർക്ക് അവരുടേതായിട്ടുള്ള രീതികൾ ഉണ്ടാകും. കൂടിയ എക്സ്പീരിയൻസ് ഉള്ളവരുണ്ടാകും, കുറഞ്ഞ എക്സ്പീരിയൻസ് ഉള്ളവരുണ്ടാകും. എന്നാലും എല്ലാ എക്സ്പീരിയൻസിലും നമ്മൾ ഉണ്ടാകേണ്ട ഒരു മെയിൻ ഒരു സ്ട്രക്ചർ ഉണ്ട്. ആ സ്ട്രക്ചർ നമ്മൾ അറിഞ്ഞുകൊണ്ട് ചെയ്യണമെന്നല്ല, പക്ഷെ എന്നിരുന്നാലും അതുള്ളത് എപ്പോഴും നല്ലതാണ്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞപ്പോ ഒരു വർഷം അല്ലെങ്കിൽ ഒരു ദിവസം എക്സ്പീരിയൻസ് ഉള്ള ഒരു കാർ ഡ്രൈവർ യൂസ് ചെയ്യും ബ്രേക്ക്, ആക്സിലറേറ്റർ, ക്ലച്ച്. 20 വർഷം പ്രാക്ടീസ് ചെയ്യുന്ന ആളും യൂസ് ചെയ്യും ക്ലച്ച്, ആക്സിലറേറ്റർ, ബ്രേക്ക്. അത് നമുക്ക് മാറ്റാൻ പറ്റില്ല. എന്ന് പറഞ്ഞ പോലെ we have 3 components: warming up, describing problem, focusing the problem, following up session. Warming up session, we get a sort of rapport each other, getting connectivity. We with the start in the counseling session. Then describing the problem. A client will start with lots of problems, lots of concerns. They will be flooded with lots of problems and concerns and emotional elements. Other describe cheyumbol, as a counselor would pick up 1 or 2, most probably 1, and focusing that problem, just one problem. And we go on with that one matter. And then we have a following up session. Our session pinida adu pogum. In all these areas, there is a key which is very, very important. That is empathy. A counseling typically begins with a therapist
welcoming the client and establishing a safe and comfortable space. For a safe and comfortable space we provide here for them to share their thoughts and feelings. Our thoughts, our personal feelings share cheyyumbol, we give them a conducive, a safe environment, which is very necessary for them to explore themselves. അവർക്ക് അവരെ തന്നെ തുറക്കാനായിട്ട്, അവരെ തന്നെ നമ്മുടെ മുമ്പിൽ വയ്ക്കാനായിട്ട്, കാര്യങ്ങൾ പറഞ്ഞ് ധരിപ്പിക്കാനായിട്ട്. Then how empathy is extremely useful in counseling session. Empathy is the foundation of understanding and sensitivity in counseling sessions. Empathy or foundation in that counseling session. Nammade oru sociability variya, a sort of fellowship, a connectivity. When we have a kindness towards counselee or the client, and in that one, understanding and sensitivity in this counseling session, and it becomes the foundation. നമുക്കറിയാം, നമ്മളൊരു ചെറിയ കടയിൽ പോയി സാധനം മേടിക്കണമെങ്കിൽ തന്നെ തുടർച്ചയായിട്ട് പോകണമെങ്കിൽ നമ്മളുമായിട്ട് റെപ്പോ ആവുന്നു, നല്ലൊരു എംപത്തറ്റിക് അപ്രോച്ച് ഉള്ളവരോ അല്ലെങ്കിൽ നല്ലൊരു അണ്ടർസ്റ്റാൻഡിംഗ് ഉള്ള ഒരു കടയിൽ നമ്മൾ പോകത്തുള്ളൂ. സോ ആസ് എ കൗൺസിലർ, in the counseling session, empathy is the foundation. It is the most important thing. നമ്മൾക്ക് നല്ല ഒത്തിരി ഡിഗ്രി ഉണ്ടാകും, ഒത്തിരി അനുഭവ ജ്ഞാനം ഉണ്ടാകും, എല്ലാം ഉണ്ടെങ്കിലും വില പോകണമെങ്കിൽ ultimately we need to be very empathetic. We need to be very friendly, and we should have an openness and a sort of generosity, a big heartedness is needed. How empathy is extremely a pitfall in counseling sessions. It can be a fall in counseling session. Empathy is extremely a pitfall. How it can be empathy a powerful tool, but with potential for burnout in counseling sessions. Empathy can be extremely a pitfall in counseling sessions. Sometimes it can be a very disturbing for the counselee or the counselor, and how it can be an extremely a pitfall. Sometimes empathetic overload would come out. Let me just come back to this one. It's a powerful tool, but with the potentially it's a burnout in counseling sessions. Sometimes empathetic overload would come out. It can become overwhelmed with the client's emotions, which can make it difficult for them to remain objective and neutral. Chalpo counselor neutral aayittu objective aayittu kaanan pattathona overwhelmed with the emotions. Sometimes empathetic distress. Counseling sessions il nammal adu munnottu pogumbol sometimes counselor can be emotionally exhausted and burn out, drained out. Sometimes it can be a blurring boundaries also. Counselor may become too emotionally involved with the client, which can lead to blurring of professional boundaries. Sometimes too much involved with the counselee's emotional disturbances, emotional problems, emotional incidents. Thus it can be very potential for burnout in counseling sessions. Empathy versus sympathy counseling session. നമ്മൾ കേട്ടിട്ടുള്ള രണ്ട് വാക്കുകൾ എംപതിയും സിമ്പതിയും. But empathy leads to understanding clients in a neutral and in a very objective level, but in a very understanding level. Their experience and responding in a very supportive way. But in comparing to sympathy, which can come across as a pitying, a sort of being sorry to that matter, being very, very emotionally attached to that matter, it comes to the sympathy. But in empathy, we understand it neutrally, objectively, at the same time with so much of concern and emotional soft-heartedness. How empathy can enhance counselor in a counseling session.
Empathy is the key to understanding, building trust, and facilitating emotional expression in counseling sessions. It is a matter of a key of understanding, building trust, and facilitating emotional expression. ഒരു കൗൺസിലറിന്റെ മുമ്പിൽ ഒരു കൗൺസിലിംഗ് മനസ്സ് തുറക്കാൻ പറ്റുന്നത്, അവർക്കൊരു പുതിയ ഭാഷയിലൊക്കെ പറഞ്ഞ വൈബ് കിട്ടുന്നത്, അവർക്കൊരു ട്രസ്റ്റ് കിട്ടുന്നത് because of that key of understanding of empathy. How empathy can turn to be a pitfall of counselor in a counseling session. ഈ pitfall counselor ഒരു fall ആയി മാറാവുന്നത് എങ്ങനെയാണ് counseling session? Empathy pitfalls in counseling, navigating overload, distress, and boundary issues. I've just mentioned those things. Empathetic overload, which can be caught up in the client's emotion, not being able to effectively help the client. Empathetic overload can be when a counselor becomes overwhelmed by the emotions of the client. ഏത് കൗൺസിലിംഗ് സെഷനിലും ക്ലയന്റ് ഓരോരുത്തരും മാറി വരും. ആ ഓരോ ക്ലയന്റിന്റെയും ഇമോഷൻസും ആ കൗൺസിലറിന്റെ ഇമോഷനും there is a connectivity, there is a connection. അത് വളരെ important. There is a parallel process happening between counselor and counseling. അവിടെയാണ് കൗൺസിലർക്ക് ചിലപ്പോൾ pitfall ആയി മാറാവുന്നത് empathetic overload വരുമ്പോൾ. A counselor becomes overwhelmed by the emotions of the client. ക്ലയന്റിന്റെ ഇമോഷൻസിൽ നമ്മൾ overwhelmed ആവുമ്പോൾ empathetic overload വരും കൗൺസിലർക്ക്. അതൊരു pitfall ആയിട്ട്, അതൊരു എന്താ പറയുക, ഒരു നെഗറ്റീവ് എലമെന്റ് ആയിട്ട് വരാം, ഒരു distressing element ആയിട്ട് വരാം. Empathetic distress when the counselor experience negative emotions as a result of the client's emotions. ഈ ക്ലയന്റിന്റെ കൗൺസിലിയുടെ ഇമോഷൻസ് അവർ പറയുന്ന കാര്യങ്ങളിൽ അപ്പോൾ തന്നെ ക്ലയന്റിന്റെ കൗൺസിലറിന്റെ ഇമോഷനായിട്ട് ഇങ്ങനെ പാരലൽ പ്രോസസ് നടക്കുന്നുണ്ട്. അപ്പോൾ സം ഇവന്റ്സ് ക്യാൻ ബി എ ഡിസ്ട്രസ് ടു ദി എംപത്തറ്റിക് ഡിസ്ട്രസ് ടു എ കൗൺസിലർ. ആ സെയിം ഇൻസിഡന്റ് വേറൊരു കൗൺസിലർക്ക് ഡിസ്ട്രസ് ആവണമെന്ന് ഒരു നിർബന്ധമില്ല കേട്ടോ. In some cases, but in this empathetic distress varies counselor to counselor. അതുകൊണ്ട് ഒരു കൗൺസിലിയുടെ ഇഷ്യൂ ഒരു കൗൺസിലർക്ക് എംപത്തറ്റിക് ഡിസ്ട്രസ് ആയെന്ന് ഓർത്ത് എല്ലാവർക്കും അങ്ങനെ ആവണമെന്ന് നിർബന്ധമില്ല. So then blurring boundaries, when a counselor's emotional boundaries become blurred with the client's emotion. This is counselor may become too emotionally involved with the client, which can lead to blurring of professional boundaries. This can be problematic as it can compromise the counselor's ability to effectively help the client. Great psychologists said on empathy. I've taken just 4 psychologists: Carl Rogers, Daniel Goleman, Sigmund Freud, and Carl Jung. Carl Roger വളരെ പ്രസിദ്ധനായിട്ടുള്ള കൗൺസിലിംഗിന്റെ ഫാദർ എന്ന് പറയാവുന്ന ഒരു അമേരിക്കൻ psychologist ആണ്, counselor ആണ്. A pioneer in the field of humanistic psychology wrote, "The good therapist is essentially a conduit of receiving the client's thoughts and feelings and helping him to experience them fully." ഒരു ക്ലയന്റിന്റെ തോട്ട്സും ഫീലിങ്സിനും ഒരു ഗ്രേറ്റ് ചാനൽ ആകുകയാണ്, അല്ലെങ്കിൽ ഒരു ഗ്രേറ്റ് മിറർ ആകുകയാണ് ഒരു കൗൺസിലർ in the underlying principle of empathy. Daniel Goleman, a psychologist who popularized the concept of emotional intelligence. Emotional intelligence in the ക്ലാസ്സുകൾ ഈ ദിവസങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു ഈ വെബിനാർ ഈ പ്ലാറ്റ്ഫോമിൽ തന്നെ. It is very എന്താ പറയാ, എവറി വാക്ക് ഓഫ് ലൈഫിൽ അറ്റൻഷൻ കിട്ടുന്ന ഒരു ഏരിയ ആണ് ഇമോഷണൽ ഇന്റലിജൻസ്. Empathy is the most essential quality of civilization. When a society becomes civilized, a family becomes humanistic, a family becomes cordial. This empathy is most essential quality of a civilization. Sigmund Freud, the father of psychoanalysis, wrote, "Empathy, in my view, is the basis of all moral reactions." In all the moral reactions, in all the connectivity between human beings, this empathy has got a basis, very important role. Carl Jung, a Swiss psychiatrist and psychoanalyst, wrote,
Empathy is the capacity to understand or feel what another person is experienced from within their frame of reference. That is the capacity to place oneself in another's shoes. ഇതൊരു നല്ലൊരു ഡിസ്ക്രിപ്ഷനാണ്. മറ്റേ ആളെ എങ്ങനെ കടന്നു പോകുന്നു എന്ന് അവരുടെ ഷൂസിൽ നിന്നുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുക. നമ്മൾക്ക് 100 ന്യായങ്ങൾ പറയാനുണ്ടാകും, പക്ഷെ അതിനെല്ലാം അപ്പുറത്താണ് ആ വ്യക്തി കടന്നു പോകുന്ന കോൺക്രീറ്റ് ഇഷ്യൂ, കോൺക്രീറ്റ് ഫീലിംഗ്, കോൺക്രീറ്റ് മെന്റൽ സിനാരിയോ, കോൺക്രീറ്റ് ഇൻസിഡൻസ്, their wavelength, their emotional disturbances. That's so important. Coming to strengths and limitations of counselor in a counseling in the light of this empathy. Counselor competence in counseling, balancing strengths and limitations. We come to strengths. Empathy is the most important, one of the most important strengths in a person, in a counselor, that is empathy. The ability to understand and share the feelings of the client. ഈ കൗൺസിലിംഗ് ചെയ്യുമ്പോൾ നമ്മൾ പല ടേൺസിലൂടെയും പല കാര്യങ്ങളിലൂടെയും പല അപ്സ് ആൻഡ് ഡൗൺസിലൂടെ ഒക്കെ പോകും. But it is very, very, very clearly make it a point that we never go away from the foundation of empathy. That is so important. The ability to understand and share the feelings of the client. Then it comes to that active listening, the ability to listen attentively and respond appropriately. Some scriptures would say, very fast to listen, but slow to speak. വേറെ ഒന്നുമല്ല, അവര് പറയുന്നത് നമ്മൾ ഭയങ്കരമായിട്ട് അറ്റൻറ്റീവായിട്ട് കേൾക്കുന്നു എന്ന് നമ്മൾ കേട്ടാൽ പോരാ, നമ്മൾ കേൾക്കുന്നു എന്ന് അവരിൽ ഉറപ്പ് വരുത്തണം. ദാറ്റ് ഇസ് സോ ഇമ്പോർട്ടൻറ്റ്. സോ ദാറ്റ് ഇസ് വാട്ട് ഈസ് ഹാപ്പൻഡ്. Problem solving skills, the ability to help the client find solutions to their problems. അവർ വളരെയേറെ കൺഫ്യൂസ്ഡ് ആയിരിക്കും, ഭയങ്കര ഓവർവെൽംഡ് ആയിരിക്കും, ഇമോഷൻസ് അവരെ ഭയങ്കരമായിട്ട് ട്വിസ്റ്റ് ചെയ്യുന്നുണ്ടാവും. We make it an opportunity for giving them a problem solving skills. നമ്മൾ പ്രോബ്ലം സൊല്യൂഷൻസ് നമ്മൾ റെഡിമെയ്ഡ് ആയിട്ട് അവർക്ക് കൊടുക്കുകയല്ല, ബട്ട് we give them lots of chances, lots of options, so that they will be able to pick any one of them for their choice, for their decision. Ultimately, it is their decision to pick up any problem, but we facilitate them. Limitations come to that counselor is limitedness of time. Time limit വരുമ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടും ചില സമയത്ത്. Limited expertise. The counselor's area of expertise may not align with the client's specific issues. ചില ഇഷ്യൂസ് വരുമ്പോൾ നമ്മൾക്ക് ഒരു ലിമിറ്റേഷൻസ് വരും. ഒരു ഉദാഹരണം പറഞ്ഞാൽ, കഴിഞ്ഞ ദിവസം ഞാനൊരു കേസ് എടുക്കായിരുന്നു. കുറച്ച് അകലേന്നാണ് വന്നത്. എൻ്റെ കീഴിലത്ത് പാലക്കാട് നിന്ന് ഒരു ഫാമിലി വരെയത്. അപ്പോൾ ആ കുട്ടി 8ാം ക്ലാസ് തൊട്ട് PG വരെ, പിന്നെ ഒരു 3 വർഷം, എന്ന് വെച്ചാൽ ഒരു 12 വർഷം ആ കൊച്ച് സൈക്കാട്രിക് മെഡിസിൻ ഉപയോഗിക്കുന്ന ഒരു കുട്ടിയായിരുന്നു. ഒരു വെൽ നോൺ സൈക്കാട്രിസ്റ്റിന്റെ അടുത്ത് പോയിട്ട്, ഞാൻ പേരൊന്നും പറയുന്നില്ല, അവർ ചെയ്യുന്നതായിരുന്നു. പക്ഷെ അവർക്ക് അവസാനം പേരൻസിനും വയ്യാതെയായി, അതിനോട് താല്പര്യം ഇല്ലാതെയായി, ആ കൊച്ചിനും ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല, ഭയങ്കരമായ ബുദ്ധിമുട്ടായിരുന്നു. അപ്പോ ഞാൻ ഫേസ് ചെയ്ത അപ്പോ ആ കുട്ടിക്ക് ഫോക്കസ് ചെയ്യാനും ലോജിക്കൽ എബിലിറ്റി ഉണ്ട്, ഫോക്കസിങ് എബിലിറ്റി ഉണ്ട്. അറ്റ് ദ സെയിം ടൈം ഈ 12 years കണ്ടിന്യൂസ് ആയിട്ടുള്ള ഈ മെഡിക്കേഷൻ കൊണ്ട് ആ കൊച്ചു പറയാം, ഞാൻ ഭയങ്കരമായി ബുദ്ധിമുട്ടി, ഇത് വയ്യാത്തൊരവസ്ഥയിലേക്ക് ആ കൊച്ചു തന്നെ പറയാ, ഇങ്ങനെ എന്താ പറയാ, മത്ത് പിടിച്ച പോലത്തെ ഒരു അവസ്ഥയാണ്. ഒരു വസന്തക്കോഴി അങ്ങനെ നടക്കുമോ. അപ്പോ അവരെ നമ്മൾ കൗൺസിൽ ചെയ്യുമ്പോൾ അവരുടെ ആ ഫോക്കസിങ് നമുക്ക് വേണം, അത് കിട്ടുകയും ചെയ്യും, പക്ഷെ അത് ലെങ്തി ആയിട്ട് കിട്ടണില്ല. അത് അവരുടെ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് കൊണ്ടാണ് നമുക്ക്. അപ്പൊ അതൊരു ലിമിറ്റേഷനാണ് നമുക്ക്. ഇപ്പൊ ഫസ്റ്റ് ഒരു 2-3 minutes നമ്മൾ സംസാരിച്ചു അവരോട്, അപ്പോൾ തന്നെ നമ്മുടെ ആ ഒരു എംപത്തറ്റിക് സോഫ്റ്റ്നെസ് കൊണ്ട് ആ കൊച്ചു ഉറങ്ങിപ്പോയി. വാസ്തവത്തിൽ ഒരു 45 minutes ആ കൊച്ചു കിടന്ന് ഉറങ്ങി നന്നായിട്ട്. ഞാൻ പിന്നെ അവനെ ഡിസ്റ്റർബ് ചെയ്യാൻ പോയില്ല, ആ കൊച്ചു ഉറങ്ങട്ടെ എന്ന് വെച്ചു. ഉറങ്ങി എഴുന്നേറ്റു വന്നപ്പോ തന്നെ ബോഡിയും ഇതൊക്കെ ആ ഫ്രഷ്നെസ് നമുക്ക് അപ്പൊ തന്നെ അത് ഡീൽ ചെയ്യാൻ പറ്റും.
അപ്പോൾ നമുക്കത് കാണാൻ പറ്റും. അപ്പോൾ ദേ സ്റ്റാർട്ടഡ് ബിക്കമിങ് വെരി എന്താ പറയാ, അവര് കുറച്ചും കൂടെ ഏബിൾ ആയിട്ട് വരാൻ തുടങ്ങി. അപ്പൊ അതൊരു ലിമിറ്റേഷൻ ആണ്. ഏരിയ ഓഫ് എക്സ്പെർട്ടൈസ് may not align with the client's specific issues. പെട്ടെന്ന് നമുക്ക് ഡിസ്റ്റർബ്ഡ് ആകാം കൗൺസിലേഴ്സ്. എന്താവും ചെയ്യണ എങ്ങനെയാണ് നമ്മൾ വി നീഡ് ടു ഗോ in tune with that emotional realm of that counseling. Personal bias. The counselor's own beliefs, values and experience may influence the session. നമ്മൾ ഏത് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് എങ്ങനെയുള്ളവരാണെങ്കിലും നമ്മളുടെ പേഴ്സണൽ പ്രോസസ്സ് ഇതിൽ കണക്റ്റഡ് ആണ്. അപ്പൊ നമ്മൾ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണം നമ്മൾ എങ്ങനെയാ അതിനെ കാണുന്നത്, നമ്മൾ അവരോട് എങ്ങനെ ബയസ്ഡ് ആയിട്ടാണോ പ്രിജുഡിസ്ഡ് ആയിട്ടാണോ, നമ്മുടെ എന്തെങ്കിലും പേഴ്സണൽ ഇഷ്യൂസ് എന്താ പറയാ ഓവർലാപ്പ് ചെയ്യണുണ്ടോന്ന് നമ്മൾ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണം. ഇറ്റ് ക്യാൻ ബി എ ലിമിറ്റേഷൻ. ഇമോഷണൽ റപ്ചർ ഇൻ എ കൗൺസിലി വൈൽ ഷീ ഗോട്ട് parenting. Navigating emotional ruptures in parenting discussions, understanding trauma and guilt. Emotional rupture ഭയങ്കരമായിട്ട് ഉണ്ടാകാം ഈ പാരന്റിങ്ങിലൂടെ. അത് ഈ കൗൺസിലിംഗ് ക്യാൻ ഗോ ത്രൂ ലോട്ട്സ് ഓഫ് ട്രോമയും ഗിൽറ്റും ഒക്കെ ഉണ്ടായിട്ടുണ്ടാകും. ഈ നമ്മൾ അവരുടെ പാരന്റിങ് ഹിസ്റ്ററിയിലൂടെ പോകുമ്പോൾ നമുക്കത് മനസ്സിലാകും. Trauma, past experience that may have affected the individual's ability to parent. Past experience that may have affected the individual's ability to parent. ഒരു പാരന്റിങ് നടത്തുമ്പോൾ ആ പാരന്റ് കുഞ്ഞായിരുന്നപ്പോൾ കിട്ടിയ പാരന്റിങ്ങും ഇൻഫ്ലുവൻസ് ആകുന്നുണ്ട്. അപ്പോൾ അതൊരു ട്രോമ ആയിട്ടാണ് ആ കുഞ്ഞിന് കിട്ടിയെങ്കിൽ ആ കുഞ്ഞ് പാരന്റ് ആകുമ്പോഴും ആ ട്രോമ ആ അപ്പന്റെ കുഞ്ഞിനും നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കും. There is a great amount of emotional rupture can take place. Guilt and shame, the same way. Negative feelings the individual may have about their parenting decisions or experience. ഈ പേരൻസിന്റെ ഡിസിഷൻസിനും എക്സ്പീരിയൻസിനും അവരിലെ നെഗറ്റീവ് feelings the individual may have about their parenting decisions and experiences. ഈ ഗിൽറ്റും ഷെയിമും അങ്ങനെ അവരിലേക്ക് നടക്കാം. ഇവിടെ ഒക്കെ നടക്കുമ്പോൾ ഈ ട്രോമ, ഗിൽറ്റ്, ഷെയിം ഒക്കെ നടക്കുമ്പോൾ വാസ്തവത്തിൽ ഇമോഷണൽ റപ്ചർ നടക്കുമ്പോൾ ആബ്സെൻസ് ഓഫ് ബിലോങ്ങിങ്നെസ് വരിക, ആബ്സെൻസ് ഓഫ് എംപതി വരിക, ആബ്സെൻസ് ഓഫ് പ്ലസന്റ്നെസ് വരിക, ആബ്സെൻസ് ഓഫ് ഫ്രണ്ട്ഷിപ്പ് വരിക, ആബ്സെൻസ് ഓഫ് എമിബിലിറ്റി വരിക, കൈൻഡ്നെസ് വരിക, എഫബിലിറ്റി വരിക, ഒരു കണക്ടിവിറ്റി വരിക, ഓപ്പൺനെസ് വരിക. ഇതിന്റെ ഒക്കെ ആബ്സെൻസ് വരികയാണ് ഈ ഇമോഷണൽ റപ്ചർ നടന്നിരിക്കുമ്പോൾ. ഇമോഷണൽ ടാങ്ക് ഇൻ എ കൗൺസിലി ആൻഡ് എ കൗൺസിലർ. ഇമോഷണൽ ടാങ്ക് എന്ന് പറയുന്നത് ഒരു കോൺസെപ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ വണ്ടിയിലൊക്കെ പെട്രോൾ ടാങ്ക് ഉള്ളതുപോലെ പെട്രോൾ ടാങ്ക് ഇസ് സോ ഇമ്പോർട്ടൻറ്റ് ഫോർ എ വെഹിക്കിൾ ടു ഗോ അബൌട്ട് ടു റൺ 10 kilometers or 20 kilometers or 30 or 100 kilometers ആണെങ്കിൽ അത്രയും പെട്രോൾ ടാങ്കിൽ പെട്രോൾ വേണം എന്ന് പറഞ്ഞ പോലെ കൗൺസിലിംഗും ഉണ്ട്, കൗൺസിലർക്കും ഒക്കെ ഒരു ഇമോഷണൽ ടാങ്ക് ഉണ്ട്. ഇമോഷണൽ ടാങ്ക് ഡെപ്ലിഷൻ സോർട്ട് ഓഫ് ഡിക്രീസിങ്, അത് അവരുടെ അവര് ഇമോഷണൽ ടാങ്കിന്റെ ഒരു എംപ്റ്റിനെസ് വന്നു കഴിഞ്ഞാൽ they find cope with the counseling and work on both the counselee and the counselor in a counseling session. Three main points include difficult or emotional topic in a session can take a toll on the counselee's emotional tank, leaving them feeling drained and emotionally exhausted. In counseling session counselor emotionally exhausted agam, കൗൺസിലർക്ക് ആ ഒരു ഇമോഷണൽ ടാങ്ക് സപ്ലൈ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ കൗൺസിലിംഗ് ഇമോഷണലി ട്രെയിൻഡ് ആകാം. then it becomes a great damage to their emotional realm of in light of emotional tank. Similarly, listening to the client's difficult and emotional stories can take a toll on the counselor's emotional tank, affecting their ability to provide effective support. നമ്മൾ നല്ല ഇമോഷണലി നല്ല വൈബ്രന്റ് ആണെങ്കിലേ നമുക്ക് നല്ല സപ്പോർട്ട് കൊടുക്കാൻ പറ്റത്തുള്ളൂ.
അപ്പോൾ ഇമോഷണലി നമ്മൾ ട്രെയിൻഡ് ആകുന്നുണ്ടെങ്കിൽ കൗൺസിലേഴ്സ് ഷുഡ് ഗോ ഫോർ എ സൂപ്പർവിഷൻ. അവരെ തന്നെ ചാർജ് ചെയ്ത് അവരെ ഇഫക്റ്റീവ് ആക്കിക്കൊണ്ടിരിക്കണം. ദാറ്റ് ഈസ് സോ ഇമ്പോർട്ടൻറ്റ് ടു ബിക്കം എൻ എംപത്തറ്റിക് ആൻഡ് വെരി ഇഫക്റ്റീവ് കൗൺസിലർ. Both the counselee and the counselor should be aware of their emotional tank and take steps to replenish it, such as self-care practices, setting boundaries, taking breaks to protect emotional well-being. Emotional setting boundaries, നമ്മൾ കണ്ടല്ലോ emotional counseling session, warming up session, describing problem, focusing problem, then the a sort of following up session. ഇതിലെല്ലാം സെറ്റിംഗ് ഓഫ് ബൗണ്ടറീസ് അല്ലെങ്കിൽ അവരുമായിട്ടുള്ള കണക്ടിവിറ്റിയുടെ ഒരു ഹൊറൈസൺ നമ്മൾക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. Then we come to mind triad, thinking, feeling, and intention of a person's mind. Thinking, feeling, and intention are at different aspects of a person's mind. നമ്മളിപ്പോൾ ക്ലാസ് കേട്ടോണ്ടിരിക്കുന്നു, ഞാൻ ക്ലാസ് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പോൾ എല്ലാവരിലൂടെ പോകുന്ന ഒരു 3 elements ആണ്. ട്രയഡ് ആണ്. തിങ്കിങ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, ഫീലിംഗ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, ഒരു ഇന്റൻഷൻ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. So thinking refers to a cognitive processes involved in understanding, analyzing, and interpreting information. Little deeper level, feeling refers to emotional experience of a person. Feeling refers to that emotional experiences of a person. Feeling in the different levels of positive feelings, negative feelings, mixed feelings, neutral feelings, ellam nadakkunna feeling refers to emotional experience. Intention refers to a person's motivation behind a person's action and behavior. ഏറ്റവും ഡീപ്പർ ആയിട്ടുള്ളത് ഇന്റൻഷൻ ആണ്. Intention reflects in feeling, reflects in thinking too. Positive impact of parenting on a child. Emotional security. Normally കഴിയുമ്പോൾ നമുക്ക് ഇതുമായിട്ട് കണക്റ്റഡ് ആയിട്ട് നിങ്ങൾക്ക് ചോദ്യങ്ങൾ വരും. ഇടയ്ക്ക് എവിടെയെങ്കിലും മനസ്സിലാവാത്തുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം കേട്ടോ. എന്നെ ബ്രേക്ക് ചെയ്തിട്ട്, എന്നെ സ്റ്റോപ്പ് ചെയ്തിട്ട്, നോ ഇഷ്യൂ. അത് കഴിഞ്ഞിട്ടാണെങ്കിലും ചോദിക്കാം. I love more interaction so that I'll be get benefited from you, you can be get benefited from me, each other we can get benefited each other so greatly. Positive impact of parenting on a child. Emotional security. A positive and supportive environment provided by parents can help children develop a sense of security and self-worth. ഒരു കുട്ടിയുടെ സെൽഫ് വർത്ത്, സെക്യൂരിറ്റി എല്ലാം ഇരിക്കുന്നത് ആ കുട്ടിക്ക് കിട്ടുന്ന പോസിറ്റീവ് പാരന്റിങ് ആണ്. ഇറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. വാസ്തവത്തിൽ ഒരു കുഞ്ഞ് സ്കൂളിലും പഠിച്ചില്ല, ഒന്നുമില്ലെങ്കിലും ഒരു ഭയങ്കര ഒരു പോസിറ്റീവ് പാരന്റിങ് കിട്ടുകയാണെങ്കിൽ that child will become very very big, very productive with a sense of security and self-worth. That is it is an uncompromised matter. നമുക്ക് കോംപ്രമൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു എലമെന്റ് അല്ല. Then socialization. Parents play an important role in helping children develop social skills and form healthy relationship with others. നമ്മുടെ നെയ്ബേഴ്സ് ആയിട്ട്, സിബ്ലിങ്സ് ആയിട്ട്, നമ്മുടെ സോഷ്യൽ ഫങ്ഷൻസ്, മാരേജിൽ എല്ലാത്തിലുള്ള ഇന്ററാക്ഷൻസ്, അവിടെ എല്ലാം ഡിപ്പെൻഡ്സ് ഓൺ ഹൗ എ ചൈൽഡ് ഗെറ്റ്സ് പോസിറ്റീവ് പാരന്റിങ്. ഡെവലപ്മെന്റ്. Positive parenting can help children develop cognitively, morally, emotionally, and socially, promoting their overall growth and success in life. ഒരു കുട്ടിയുടെ ഓവറോൾ ഡെവലപ്മെന്റ് നടക്കുന്നത് ആ കുട്ടിയുടെ പോസിറ്റീവ് പാരന്റിങ്ങിനെ ആശ്രയിച്ചിട്ടിരിക്കും. That is so important. Now we come back to negative impact of parenting on a child. Emotional neglect and physical, sexual, verbal, and psychological abuse can harm a child's emotional and mental well-being. So it is so important. Emotionally, if they get neglected, they get rejected, they get sidelined, ada kunyine bhayangaramaayittu baadhikkum. If it is taken in with a very deliberate step to overcome it,
അത് കുറെ കൂടെ നന്നായിട്ട് വരികയും ചെയ്യും. പക്ഷെ അതല്ലെങ്കിൽ അവർ ആന്റി സോഷ്യൽ ബിഹേവിയർ പാറ്റേൺസ് അവരിൽ ഒത്തിരി ഉണ്ടാകാൻ നല്ല ചാൻസുകളുണ്ട്. Neglect, overprotection, unpredictable or inconsistent parenting, and lack of boundaries can impede a child's development and the sense of self. Overprotection വന്നു കഴിഞ്ഞാലും unpredictable behavior, inconsistent parenting, neglect, ഇതൊക്കെ വരുമ്പോൾ കുഞ്ഞിനെ കണ്ടമാനം അത് നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കും. ഇന്നലത്തെ വെബിനാറിൽ ഞാൻ കേട്ട ഒരു കാര്യമായിരുന്നു, നമ്മൾ കുട്ടികളെ പെട്ടെന്ന് അവര് സങ്കടപ്പെടുത്തുന്നു, പെട്ടെന്ന് സന്തോഷപ്പെടുത്തുന്നു, അങ്ങനെ ഒരു ഫ്ലക്ച്വേഷൻ വന്ന് ഒരു റാറ്റ്ലിംഗ് ഫീലിംഗ് വരുമ്പോൾ ആ കുഞ്ഞിനെ ഒരു ഫ്രണ്ട്ലി ആയിട്ട് അപ്രോച്ച് നടക്കുന്നില്ല, ഒരു ഭയങ്കരമായിട്ട് ഒരു അതോറിറ്റേറ്റീവ് ഫിഗർ ആയിട്ട് അവിടെ വർക്ക് ചെയ്യുക കുഞ്ഞിന്റെ, അതൊരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കത്തുള്ളൂ. It's crucial to address negative parenting to prevent long-term harm and provide support to the child, seeking professional help if necessary. കുഞ്ഞുങ്ങളിലെ പാരന്റിങ്, കുഞ്ഞുങ്ങളിലെ ഒരു അബ്രേഷൻ, ഇമോഷണൽ റപ്ചർ വന്നിട്ടുണ്ടെങ്കിൽ it will surely lead to their parents also, but it is very good necessary item to look into their emotional well-being of a child. So there comes this one, negative impact of parenting on a child. But ella nammal kannathu, it's absence of empathy and understanding, a sort of fellowship, connectivity, a sort of feeling of others, being on same wavelength. So thank you very much. The presentation is over. It's over to you. We can have a fruitful discussion over it. Thank you, sir. PPT will close it. Okay, fine. So thank you, GLADSON sir. Thank you very much, sir. വളരെ എക്സ്പീരിയൻസ്, 20 വർഷത്തോളം എക്സ്പീരിയൻസ് ഉള്ള Venugopal sir raise ചെയ്തിട്ടുണ്ട്. Really excited to see you, very active member in the forum. അപ്പൊ ഇന്ന് വളരെ ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു സെഷനാണ് സാർ എമ്പതിയെ കുറിച്ച് എടുത്തത്. പ്രത്യേകിച്ച് ഇതിനകത്ത് ഇമോഷണൽ ടാങ്കിനെ കുറിച്ചും മൈൻഡ് ട്രയാഡിനെ കുറിച്ചും ഒക്കെ സാർ വളരെ കൃത്യമായിട്ട് പറഞ്ഞു. അതുപോലെ തന്നെ നമ്മുടെ ചൈൽഡ്ഹുഡിൽ ഉണ്ടാകുന്ന നെഗറ്റീവ് ഇമ്പാക്റ്റിനെ കുറിച്ച് പറഞ്ഞു. GLADSON സാർ 20 വർഷം എക്സ്പീരിയൻസ് ഉള്ള ഒരു സൈക്കോളജിസ്റ്റ് ആണ്. ഒരു പ്രായോഗിക രീതിയിൽ കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നു. സാറിന് മാസ്റ്റേഴ്സ് ലെവൽ ഡിപ്ലോമ ഫ്രം യൂറോപ്പ് ആൻഡ് സ്വിസ് സ്റ്റാൻഡേർഡ്സിൽ ലഭിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് അസോസിയേഷൻ ഓഫ് നാച്ചുറൽ ഓർഗനൈസേഷൻ ഓഫ് സൂപ്പർവൈസേഴ്സ് ഫോർ ഇൻ യൂറോപ്പ്. അതുപോലെ തന്നെ MPhil ആൻഡ് MSc രണ്ടും സൈക്കോളജിയിലാണ്. ഇന്റഗ്രേറ്റഡ് തെറാപ്യൂട്ടിക് അപ്രോച്ചാണ് സാർ ഉപയോഗിക്കുന്നത്. പ്രത്യേകിച്ച് സാർ അഡിക്ഷൻ, അതുപോലെ തന്നെ മാരിറ്റൽ പിറ്റ്ഫോൾസ്, ADHD, ഓട്ടിസം ഇങ്ങനെയുള്ള മേഖലകളിലും വളരെയധികം എക്സ്പേർട്ടാണ്. തീർച്ചയായിട്ടും വളരെ സന്തോഷം സാർ ഇന്ന് ഈ പ്രോഗ്രാമിലേക്ക് വന്നതിന്. ഇന്നത്തെ ദിവസത്തിനൊരു പ്രത്യേകതയുണ്ട്. ഇന്ന് February 19 ആണ്. നമ്മുടെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തിട്ട് 2 വർഷമായി. കഴിഞ്ഞ വർഷം നമ്മൾ ഇതുപോലത്തെ ഒരു പ്രോഗ്രാം, ഒരു ഓഫ്ലൈൻ പ്രോഗ്രാം വെച്ചിരുന്നു. ഇത്തവണ നമ്മൾ അതിന് പോയില്ല, കാരണം നമ്മളൊരു 2 ഇയർ എന്നുള്ള ഒരു ക്ലോസിംഗിലേക്ക് എത്തിയില്ല. ഏകദേശം 692ാമത്തെ എപ്പിസോഡാണ് ഇപ്പം ഇന്ന് GLADSON സാർ ചെയ്തത്. സോ ഇന്നത്തെ ദിവസത്തെ പ്രത്യേകം ഓർക്കുകയാണ്. 2 വർഷക്കാലം നമ്മളുടെ കൂടെ നിങ്ങളോടുകൂടി ചേർന്ന് ഈ പ്രോഗ്രാമിൽ പങ്കെടുത്ത എല്ലാവർക്കും, പ്രത്യേകിച്ച് ഓരോ ദിവസവും പ്രത്യേക വിഷയങ്ങളിൽ എല്ലാവരും അവരുടെ എക്സ്പെർട്ടിസം കാണിച്ചതിനൊക്കെ പ്രത്യേകം നന്ദി പറയുകയാണ്. അപ്പൊ അതുകൊണ്ട് എന്നെ സംബന്ധിച്ചോളം വളരെ സന്തോഷകരമായ ഒരു ദിവസം തന്നെയാണ്. ഒരു വലിയ എഫേർട്ടാണ് നമ്മൾ ഇതിനുവേണ്ടി എടുക്കുന്നത്. നിങ്ങൾ എല്ലാവരോടും കൂടെ ചേർന്ന് ആ എഫേർട്ടിലേക്ക് എത്തുമ്പോൾ തീർച്ചയായിട്ടും നമ്മളുടെ മനസ്സിന് വലിയൊരു കുളിർമ തന്നെയാണ്. അപ്പൊ നിങ്ങളെല്ലാവരെയും കൺഗ്രാജുലേഷൻസ് അറിയിക്കുകയാണ്. GLADSON സാറിന് പ്രത്യേകം ഈ ഒരു ദിവസത്തിൽ സാറിന് ഒരു ക്ലാസ് എടുക്കുക, പ്രത്യേകിച്ച് അത് എമ്പതിയാണ്
തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ ആ എമ്പതിയുടെ പാട്ട് എത്രമാത്രം ഉണ്ട് എന്ന് കൃത്യമായിട്ട് വിലയിരുത്താൻ വലിയ അവസരവും കൂടെ സാർ നൽകി. താങ്ക് യു വെരി മച്ച് സാർ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി അറിയിക്കുകയാണ്. നമുക്ക് ആഘോഷിക്കണ്ടേ, എല്ലാവരെയും സംഘടിപ്പിച്ച് നമുക്ക് തീർച്ചയായിട്ടും നമ്മുടെ 2ാമത്തെ വർഷത്തെ ഡേറ്റിലേക്ക് നമുക്ക് ആഘോഷത്തിലേക്ക് പോകാം. ഏകദേശം 2 വർഷമായില്ല, കൃത്യം ഡേറ്റ് വേണമെന്നില്ല, നമുക്ക് അത് അതനുസരിച്ച് ഡേറ്റ് കണ്ടുപിടിച്ച് തീർച്ചയായിട്ടും ഒരു 700 ആയിക്കോട്ടെ എന്നൊക്കെ ഞാൻ വെയിറ്റ് ചെയ്താ ഞാൻ പറയാതെ. നമുക്ക് തീർച്ചയായിട്ടും നടത്തണം സാർ. തീർച്ചയായും കഴിഞ്ഞ വർഷം നമ്മൾ നടത്തിയിരുന്നു. തീർച്ചയായും. സോ വേണുഗോപാൽ സാർ പ്ലീസ്. ഓക്കെ, ഏതായാലും ഈ 2 വർഷത്തില് ഒരു 500 സെഷൻസ് എങ്കിലും നമ്മുടെ സാബുജി പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്, കേട്ടിട്ടുണ്ട്. അതാണ് സാബുജിയുടെ ബ്രെയിനിനെ ഒരു CT സ്കാനോ MRI സ്കാനോ എടുത്തു കഴിഞ്ഞാല് എത്ര വെയിറ്റ് കാണുമെന്നുള്ളതാണ് എനിക്ക് അറിയേണ്ട ആവശ്യം. എല്ലാ സെഷൻസും ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അല്ലല്ല, അപ്പൊ മിനിമം. അപ്പൊ അത് കാരണം അറിവ് കൊണ്ട് ഇങ്ങനെ എപ്പോഴാണ് തല പൊട്ടിത്തെറിക്കും എന്നുള്ളതാണ് ഇത് നോക്കേണ്ടത് കേട്ടോ. തല എപ്പോഴാണ് ഇത് കൂടുമ്പോൾ ഓവർലോഡ്, നമ്മുടെ ഇദ്ദേഹം ഗ്ലാഡ്സൺ പറഞ്ഞതുപോലെ ഒരു ഓവർലോഡ് കൊണ്ട് എപ്പോഴാണ് ഇനി തല പൊട്ടിത്തെറിക്കും എന്നുള്ളത് മാത്രം സൂക്ഷിച്ചാൽ മതി. ഇനി അടുത്തത് ഏതായാലും മറ്റേ ഗ്ലാഡ്സൺ, ദാറ്റ് ഇസ് ദിസ് ടോപ്പിക് വളരെ അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. ആവശ്യമല്ല, അത്യാവശ്യം എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. യെസ്, ആൻഡ് യു പ്രസന്റഡ് കണ്ടന്റ്സ് എല്ലാം നന്നായിട്ടുണ്ടായിരുന്നു. മൈ ഓൺ ഇതിലുള്ള താല്പര്യവും എന്ന് വെച്ചാല് എന്റെ മോർ ദാൻ 25 years ഞാൻ ബിഹേവിയറൽ സയന്റിസ്റ്റ് ആയിട്ടും തെറാപ്പിസ്റ്റ് ആയിട്ടും ഞാനിവിടെ അമേരിക്കയിൽ പ്രാക്ടീസ് ചെയ്യണം. നമ്മുടെ നാട്ടില് മെഡിസിൻ മാത്രമേ പഠിപ്പിക്കാറുള്ളൂ. ഇവിടെയാണെന്ന് വെച്ചാൽ ഈ കരിക്കുലത്തിൽ തന്നെ behavioral science is part of curriculum. So I have been practicing behavioral science also more than 25 years. പിന്നെ ഒരു ഡിഫറൻസ്, ബാക്കിയുള്ള മിക്ക ഡോക്ടേഴ്സിനും ഉള്ള എക്സ്പീരിയൻസ്, എൻ്റെ എക്സ്പീരിയൻസ് ഡിഫറൻസ് വെച്ചാല് ഐ വർക്ക് വിത്ത് ദി ഫെഡറൽ ഗവൺമെന്റിന്റെ ഹോസ്പിറ്റലാണ്. വെറ്ററൻസിനെയാണ് ഞാൻ ഡീൽ ചെയ്തിരുന്നത്. വെറ്ററൻ എന്ന് പറഞ്ഞാൽ World War II മുതൽ ഇങ്ങോട്ടുള്ള കൊറിയൻ, വിയറ്റ്നാം, ഇത് ഇറാഖ്, അഫ്ഗാനിസ്ഥാൻ, ഇതിന്റെ. അപ്പൊ ഈ ഫെഡറൽ ഗവൺമെന്റ് ഇതിലാകുമ്പോൾ ഒരു നിയർലി 20% ഓഫ് മൈ പേഷ്യൻസ്, 1200 ഒരു പാനൽ സൈസ്. 20% ആകുമ്പോൾ 240ഓളം പേഷ്യൻസിന് അണ്ടർലൈങ് സൈക്കാട്രിക് ഓർ മെന്റൽ ഹെൽത്ത് പ്രോബ്ലംസ് ഉള്ളവരാണ്. മെന്റൽ ഹെൽത്ത് പ്രോബ്ലംസ് കുഡ് ബി ഡിപ്രഷൻ, ആങ്സൈറ്റി, പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ, സ്കിസോഫ്രീനിയ, ഇങ്ങനെ ഒരു ഹോസ്റ്റ് ഓഫ് ദിസ് വൺ. അപ്പൊ ആദ്യം കാണുന്നത് പേഷ്യന്റ് വരുന്നത് പ്രൈമറി കെയർ ഫിസിഷ്യൻ എന്റെ അടുത്ത് വരുമ്പോൾ ഈ നേഴ്സ് വന്നിട്ട് ആദ്യം ഒരു സ്ക്രീനിങ് ക്വസ്റ്റ്യനർ ഉണ്ട്. അതിലാണ് ആൽക്കഹോൾ അബ്യൂസിന്റെ, ടൊബാക്കോ അബ്യൂസിന്റെ, ഡിപ്രഷൻ, ആ സ്ക്രീനിങ് ക്വസ്റ്റ്യൻസ് അതിൽ പോസിറ്റീവ് ആണെന്നുണ്ടെങ്കിൽ എന്റെ ജോലിയാണ്. ഐ ഹാവ് ടു അഡ്രസ്. ഇറ്റ് ഇസ് നോട്ട് ദാറ്റ് കുഴപ്പം പറ്റത്തില്ല. ഐ മസ്റ്റ് അഡ്രസ് ദോസ് തിങ്സ്. അപ്പോൾ അതിനെ 3 രീതിയിലാണ് അപ്രോച്ച് ഉള്ളത്. ഒന്ന്, ഞാൻ തന്നെ കൗൺസിലിംഗ് കൊടുത്ത്, ഞാൻ തന്നെ അത്യാവശ്യമുള്ള മരുന്ന് കൊടുത്ത് മാനേജ് ചെയ്യാം. നമ്പർ 2, റെഫർ ടു എ സൈക്കോളജിസ്റ്റ് ഹൂ ഇസ് ദെയർ ഇൻ ദി പാനൽ. ഞങ്ങൾ ആ ടീമിൽ തന്നെ ഉണ്ട്, ഒരു സൈക്കോളജിസ്റ്റ് ഉണ്ട് ആൻഡ് കൗൺസിലർ. 3ാമത്തെ ഓപ്ഷൻ, ടു എ സൈക്കാട്രിസ്റ്റ്, അവരും ഈ ടീമിൽ തന്നെ ഉണ്ട്. എന്നിട്ട് ഞങ്ങൾ മന്ത്ലി മീറ്റിംഗ് ഉണ്ട് ടു ഡിസ്കസ് അബൌട്ട് ഓൾ ദീസ് ഇഷ്യൂസ്. അതാണ് മൈ നോളജ് ഈസ് മച്ച് മച്ച് മോർ ദാൻ, ഇത് ബ്രാഗേനല്ല പറയുന്ന വെച്ചാല് എന്തുകൊണ്ടാണ് ഞാൻ പറയുന്നുള്ളത്, മോർ ദാൻ മെനി അതർ ഡോക്ടേഴ്സ്. അപ്പൊ 25 years ആയിട്ടുള്ളതാണ്. അപ്പൊ അതില് എവറി ടൈം ഐ ഹാവ് ടു പ്ലേ ദി റോൾ ഓഫ് എ കൗൺസിലർ ഓൾസോ. കൗൺസിലിംഗ് കൊടുത്തേ പറ്റൂ. കൗൺസിലിംഗ് പല രീതിയിലും, ലൈഫ് സ്റ്റൈൽ ചേഞ്ചിനുള്ള കൗൺസിലിംഗ്, അവരുടെ മെനി ഡിസീസസിന്റെ പ്രോബ്ലംസിന്റെ. അപ്പൊ ഇവിടെ ക്ലാസ്സിൽ ഒരു കാര്യം ഐ വുഡ് ലൈക്ക് യു ടു എലാബറേറ്റ്: ട്രാൻസ്ഫറൻസ് ആൻഡ് കൗണ്ടർ ട്രാൻസ്ഫറൻസ്. You must have heard those terms. Transference from the കൗൺസിലിയുടെ പേഷ്യന്റ് അവരുടേതായിട്ടുള്ള ഫീലിങ്സും എമോഷൻസും അവരുടെ ബയസ്, അതിനെ ഈ കൗൺസിലറിലോട്ട് അവർ ട്രാൻസ്ഫർ ചെയ്യുന്നു. ആൻഡ് വൈസ് വേഴ്സ, കൗണ്ടർ ട്രാൻസ്ഫറൻസ്. ഈ കൗൺസിലറിന്റെ അല്ലെങ്കിൽ തെറാപ്പിസ്റ്റിന്റെ അവരുടെ ബയസ്, അവരുടേതായിട്ടുള്ള ഫീലിങ്സ്, അത് വന്നിരിക്കുന്ന ക്ലയന്റിനെ ട്രാൻസ്ഫർ ചെയ്യുന്നു. ഈ രണ്ടും ഞാൻ എന്റെ പ്രാക്ടീസിൽ കണ്ടിട്ടുള്ളതാണ്. സിഗ്നിഫിക്കന്റ് നമ്പർ ഓഫ്, പിന്നെ
എന്റെ പ്രാക്ടീസ് ചില സൈക്കാട്രിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ നല്ലൊരു ശതമാനം സൈക്കാട്രിസ്റ്റും they don't bother to find out the root cause. അവർ വന്നാൽ ഉടനെ തന്നെ ഒരു മരുന്ന് എഴുതി കൊടുക്കുക. മരുന്ന് എഴുതുന്നതിൽ കൂടുതലായിട്ട് ഉലനാഞ്ചി തലാട്ടുന്നുണ്ട്. അവിടെ മരുന്ന് എഴുതി കൊടുക്കുന്നതിൽ അല്ലാതെ അവർ they don't, maybe because they don't have the time also. ഐസ്വല്യം നമ്മുടെ നാട്ടിലാണെങ്കിൽ ഒട്ടും ടൈമില്ല. വന്നാൽ ഉടനെ തന്നെ ഗുളി എഴുതി കൊടുക്കും. എന്നിട്ട് നേരത്തെ പറഞ്ഞ പോലെ 10-12 കൊല്ലം ഇദ്ദേഹം ഗ്ലാഡ്സൺ ഒരു ഇത് പറഞ്ഞു, ഒരു കുട്ടിയുടെ കഥ. ഇങ്ങനെ മരുന്നുകൾ ഇങ്ങനെ കൊടുത്ത് അവസാനം ഇതായിട്ട് നിനക്ക് fed up with those taking the medications. അപ്പം മരുന്നിൻ്റെതായിട്ട് പിന്നെ യു ബിക്കം ഡിപ്പെൻഡന്റ് ഓൺ ദി മെഡിക്കേഷൻ. അതാണ് സൈക്കാട്രിസ്റ്റിന്റെ ഉള്ള കുഴപ്പം. സൈക്കോളജിന് കാണുന്നത് കുറെ പേര് അൺലെസ് ദേ ആർ വെരി കെയർഫുൾ, അവരുടെ ഈ കൗണ്ടർ ട്രാൻസ്പെറൻസി കൂടെ ദേ ഡു മോർ ഹാം. അപ്പൊ ഇതിനെ ഈ ട്രാൻസ്പെറൻസ് ആൻഡ് കൗണ്ടർ ട്രാൻസ്പെറൻസി കുറിച്ച് ഒന്ന് എലാബറേറ്റ് ചെയ്യാമോ പ്ലീസ്? കേൾക്കാലോ അല്ലേ? ഓക്കെ സാറേ, ഇതൊരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. ട്രാൻസ്ഫറൻസും കൗണ്ടർ ട്രാൻസ്ഫറൻസും ഇല്ലാണ്ടും വർക്ക് ചെയ്യാൻ പറ്റത്തില്ല നമുക്ക്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കൗൺസിലിങ്ങിന്റെ ഒരു ഫ്യൂവലാണ്. ആ ഫ്യൂവൽ കൊണ്ടാണ് നമ്മൾ വർക്ക് ചെയ്യണത്. അപ്പോൾ നമ്മളിത് അറിഞ്ഞുകൊണ്ട് തന്നെ ട്രാൻസ്ഫറൻസ് നടക്കുന്നുണ്ടെന്ന് അറിഞ്ഞുകൊണ്ട്, ഇപ്പോ സാറായിട്ട് തന്നെ എനിക്കൊരു വൈബ് ഉണ്ട്, ആ വൈബ് ഇല്ലെങ്കിൽ ഇറ്റ് ബിക്കംസ് ഈ ഉപ്പില്ലാത്ത കറി പോലെ ആയി പോകും, അതിനൊരു രസമില്ല. അപ്പോ ആ ഒരു ട്രാൻസ്ഫറൻസ് is that parallel process is okay. It is very much appreciated, provided ഓരോ കൗൺസിലറും അതിനെ എടുക്കുന്ന രീതി അല്ലെങ്കിൽ അതിനെ ബെയർ ചെയ്യുന്ന രീതി അത് പേഴ്സൺ ടു പേഴ്സൺ ഡിഫറെന്റ് ആണ്. ഇപ്പൊ ഞാൻ എടുക്കുന്ന ഒരു ഇമോഷണൽ ഡെപ്തോ അല്ലെങ്കിൽ കുറവോ ആയിരിക്കത്തില്ല വേറൊരു കൗൺസിലർ എടുക്കുന്നത്. ബട്ട് ദാറ്റ് എലമെന്റ് ഈസ് ദർ. ആസ് യു സെഡ്, ഇറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടന്റ്. This transference and counter transference, we can call it as a parallel process. That is very very important. ഒരു സൈക്കാട്രിസ്റ്റിനാണെങ്കിലും ഒരു മെഡിക്കൽ ഡോക്ടറിനാണെങ്കിലും ഒരു സോഷ്യൽ വർക്കറിനാണെങ്കിലും ഒരു പാരന്റിനാണെങ്കിലും the most important thing of that parallel process in which that victimized ആ പേഴ്സണ് ഭയങ്കരമായിട്ട് ഒരു കൗൺസിലിംഗ് അല്ല ഒരു എംപത്തറ്റിക് അപ്രോച്ച് കിട്ടണം. ഞാൻ പറഞ്ഞില്ല കൊച്ചിന്റെ കാര്യം, ആ കുഞ്ഞിനോട് ഞാൻ വളരെ ഫീബിൾ ആയിട്ടുള്ള ഒരു മ്യൂസിക് ഇട്ടപ്പോൾ അതിലൊരു ബെല്ല് അടിക്കുന്നുണ്ട്, വളരെ ഫീബിളാ. ആ ബെല്ല് പോലും ഡിസ്റ്റർബിങ് ആയിരുന്നു ആ കൊച്ചിന്. എനിക്കത് വളരെ വ്യക്തമായിട്ട് ചോദിക്കുകയും ചെയ്തു. ആ സോഫ്റ്റ് ടെൻഡർനെസ്സോടുകൂടി ആ കൊച്ച് ഉറങ്ങിപ്പോയി. ഞാനത് എൻ്റെ അടുത്ത് വന്നല്ലേ, പാലക്കാട് നിന്ന് ഒരു 3-4 മണിക്കൂർ ട്രാവൽ ചെയ്ത് വന്നല്ലേ, എനിക്ക് എന്തെങ്കിലും സംസാരിച്ചില്ല ഈ കാര്യം നടക്കൂലല്ലോ എന്ന് ഓർത്ത് ഞാൻ ഒന്നും ഡിസ്റ്റർബ് ചെയ്യാൻ പോയില്ല. 45 മിനിറ്റ് ഉറങ്ങി. ഞാനും എൻ്റെ കോ കൗൺസിലർ അവിടെ ഇരുന്നു, എൻ്റെ പേരൻസിനെ കാണിച്ചു കൊടുത്തു. ആ കൊച്ചു അവിടെ ഇരുന്നു. അത് കഴിഞ്ഞിട്ട് റിഫ്രഷ്ഡ് ആയിട്ട് ഇരുന്ന് വന്നപ്പോൾ അതിന്റെ എന്താ പറയുക, സ്കിൻ ടെമ്പർ നമുക്ക് മാറുന്നത് അപ്പോഴേ അറിയാൻ പറ്റും. വളരെ കീനായിട്ട് ഒബ്സർവ് ചെയ്താ അത് കുറച്ചും കൂടെ ഫ്രഷ് ആയി. അപ്പൊ അതിന്റെ മൈൻഡ് കുറച്ചും കൂടെ ക്ലിയർ ആയി. സോ ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് ദാറ്റ് ട്രാൻസ്ഫറൻസ് നമ്മൾ അറിയണം. ഇറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് ആൻഡ് ഇറ്റ് ഈസ് എ ഫ്യൂവൽ. നമ്മൾ അതിനെ നെഗറ്റീവായിട്ട് കാണണ്ട, ബട്ട് ഇറ്റ്സ് ആൻ ഓപ്പർച്യൂണിറ്റി ടു മേക്ക് ഇറ്റ് ക്ലിയർ. അത് നമ്മൾ അവിടെ ബയസ്ഡ് ആകരുത്. അവർക്ക് അങ്ങനെ സംസാരിക്കാവുള്ളൂ ഇങ്ങനെ സംസാരിക്കുന്നു പറഞ്ഞിട്ട് കാര്യമില്ല. ഇഫ് യു ഓണർ ആൻഡ് റെസ്പെക്ട് ദാറ്റ് പേഴ്സൺ, they will be very open minded. അവർ നമ്മളെ കറക്കാനും അല്ലെങ്കിൽ അറിഞ്ഞുകൊണ്ടോ അറിയാതെ ഒക്കെ അവർ പലതും രീതിയിൽ അവർ ആക്ട് ചെയ്യും. ബട്ട് വി ആർ പ്രൊഫഷണൽസ് ഇൻ എ വെരി 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 ക്ലിയർലി. ഇപ്പൊ സാറിന്റെ അടുത്ത് ഒരു മെഡിക്കൽ ഒരു പേഷ്യന്റ് വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ സിംറ്റംസ് ഉള്ളതും ഇല്ലാത്തതും ഒക്കെ പറയും. പക്ഷെ you can pick up, this is a very crucial symptom, this is very important, particularly in this disease or this sickness, this is more vital. അതനുസരിച്ചിട്ട് സാർ മരുന്ന് കൊടുക്കത്തുള്ളൂ. ദാറ്റ് ഈസ് ദ ഓൺലി തിങ്. നമുക്ക് സൈക്കോളജിസ്റ്റാരോ കൗൺസിലറോ മരുന്ന് കൊടുക്കുന്നില്ല, ബട്ട് ദ മോസ്റ്റ് പെനിട്രേറ്റിംഗ് എലമെന്റ് ഇസ് that their emotional ambience, emotional atmosphere. In terms of transference, we must know it. ഗ്ലാഡ്സൺ ജി, സൈക്കോളജിസ്റ്റ് മരുന്ന് കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞു. അവിടെ ഞാൻ നമ്മുടെ ജംഗിൾ ബുക്ക് എഴുതിയ അദ്ദേഹത്തിന്റെ വേർഡ്സ് തന്നെ ഞാൻ ഒന്നുകൂടെ കോട്ട് ചെയ്യാം.
Words are the most powerful drugs. Oh, great. Words are the most powerful drugs. Great. അപ്പം അത് കാരണം നിങ്ങൾ കൊടുക്കുന്നത് നിങ്ങളുടെ വേർഡ്സ് ആണ്. അത് Great. നിസ്സാരമല്ല. ദി കൈൻഡ് ഓഫ് വേർഡ്സ് യു യൂസ്, ദാറ്റ് ഇസ് എ മോസ്റ്റ് ഇമ്പോർട്ടന്റ് തിങ്. Yeah, yeah. അതിന്റെ അത് ഡോക്ടേഴ്സിന് അത്രയും സമയമില്ലാത്ത കാരണം നിങ്ങൾ യു ആർ ദി പേഴ്സൺ ഹൂ. അപ്പൊ അതുകൊണ്ട് ആ കൊടുക്കുന്ന വേർഡ്സ് അതിന്റെ ഞാൻ ഐ മേ ഗിവ് എ ടോക്ക് ഇൻ ദി ഫ്യൂച്ചർ, നിയർ ഫ്യൂച്ചർ, അബൌട്ട് ദിസ് ട്രാൻസ്പെറൻസ് ആൻഡ് കൗണ്ടർ ട്രാൻസ്പെറൻസിനെ കുറിച്ചൊരു ടോക്ക് ഞാൻ ഒന്ന് കൊടുക്കുന്നതാണ്. ഓക്കെ, ഏതായാലും മുരളനാജി വരാമെന്ന് റെഡിയായി സമ്മതിച്ചു കഴിഞ്ഞു. ഇപ്പൊ ചിരിച്ച് സമ്മതിച്ചു കഴിഞ്ഞു, തലയൊക്കെ ആട്ടി വരാം. റോയ് സാറും തലയാട്ടി കഴിഞ്ഞു. ഓക്കെ, റൈറ്റ്, താങ്ക് യു. Thank you. താങ്ക് യു സർ. ജോബി സർ. ആദ്യം തന്നെ സാബു സാറിന് ഒരു ബിഗ് സല്യൂട്ട്. Yeah. 2 വർഷം തീർച്ചയായിട്ടും. 2 വർഷം ഇത്രയും കൃത്യമായിട്ട് എല്ലാ ദിവസവും ആരുടെയും സഹായം ഇല്ലാതെ തന്നെ ഒരൊറ്റയാൻ പട്ടാളം എന്ന് വേണമെങ്കിൽ പറയാം, സാറ് തന്നെയാണ് ഈ കാര്യങ്ങളെല്ലാം നിർവഹിക്കുന്നത്. കഴിഞ്ഞ ദിവസം സാർ ഏതോ ഒരു ഗ്രൂപ്പിൽ പറയുകയുണ്ടായി, ഞാൻ 1/2 മണിക്കൂർ എടുക്കും ഒരു ദിവസം എല്ലാ ഗ്രൂപ്പിലും എൻ്റെ ഈ പോസ്റ്റ് ഇടാൻ വേണ്ടി തന്നെ. അപ്പൊ എല്ലായിടത്തും പോസ്റ്റ് വിട്ട് നമ്മളെല്ലാം ഇങ്ങനെ മോട്ടിവേറ്റ് ചെയ്ത് ഈ 2 വർഷം തികച്ച സാബു സാറിന് ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പറയുന്നു. തീർച്ചയായിട്ടും നമുക്കിത് ആഘോഷിക്കണം. ആഘോഷം എങ്ങനെ വേണം എന്നൊക്കെ നമുക്ക് തീരുമാനിക്കാം, പക്ഷെ എങ്കിൽ പോലും ഇത് ആഘോഷിക്കണം. അത് വെറുതെ വിട്ട് കളയരുത്. സാറ് എനിക്കറിയാം എത്രയോ കഷ്ടപ്പെടുന്നുണ്ട് ഇതിന് പുറകിൽ. ആരുടെയും സഹായം സാറിനില്ല. അതൊക്കെ നമ്മൾ പ്രത്യേകം സ്നേഹത്തോടു കൂടി ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പറഞ്ഞുകൊണ്ട് ഗ്ലാഡ്സൺ സാറിന്റെ ക്ലാസ്സിലേക്ക് കിടക്കാം. ഞാൻ കൗൺസിലർ അല്ല, ഞാൻ സൈക്കോളജിസ്റ്റ് അല്ല, പക്ഷെ എങ്കിലും ഈ എമ്പതി എന്നുള്ള വാക്ക് നമ്മള് സാധാരണ രീതിയിലെ മിക്ക നമ്മുടെ ട്രെയിനിങ് സെഷനിൽ കേൾക്കുന്ന ഒരു വാക്കാണ്. നമ്മുടെ ബാക്കിയുള്ളവരുടെ ഷൂവിൽ നിന്നുകൊണ്ട്, ബാക്കി നമ്മുടെ ക്ലയന്റിന്റെ ഷൂവിൽ നിന്നുകൊണ്ട് നമ്മൾ സംസാരിക്കണം, അവരെ മനസ്സിലാക്കണം, അത് ആ രീതിയിൽ നമ്മൾ കാര്യങ്ങൾ കാണണം എന്നൊക്കെ പറയുന്നത്. അപ്പൊ ഒരു കൗൺസിലർ ഒന്നും പറയുന്ന ആ ഒരു സ്റ്റേജില് തീർച്ചയായിട്ടും ഇതിന് വളരെയധികം പ്രാധാന്യമുണ്ടെന്ന് സാറിന്റെ ക്ലാസ്സിൽ നിന്ന് മനസ്സിലായി. ഇപ്പൊ ഇവിടെ വേണുഗോപാൽ സാർ പറഞ്ഞ പോലെ കൗൺസിലർക്ക് കൊടുക്കാൻ പറ്റുന്ന മരുന്നെന്ന് പറയുന്നത് അവരുടെ വാക്കുകളാണ്. നല്ല കൃത്യതയോടുകൂടി ഞാൻ എൻ്റെ ഒരു ചെറിയ പരിമിതമായ അറിവിൽ ഞാൻ പറയുകയാണ്, ഒരു കൗൺസിലർ അധികം സംസാരിക്കേണ്ട കാര്യമില്ല. സംസാരിക്കുന്നതിന് അപ്പുറമായിട്ട് അവരൊരു നല്ല ഗുഡ് ലിസണർ ആകുക, നമ്മുടെ ക്ലയന്റിന്റെ കാര്യങ്ങൾ കേൾക്കുക, കഴിയുമെങ്കിൽ ക്ലയന്റിന്റെ കാര്യങ്ങൾ കേട്ട ശേഷം അവരെ കൊണ്ട് തന്നെ ഒരു പ്രതിവിധി പറയിപ്പിക്കുക. അതൊക്കെ സാധിക്കുന്നില്ലാത്ത അവസ്ഥയിൽ മാത്രമേ ഒരു കൗൺസിലർക്ക് വലിയ പ്രസക്തി വരുന്നുള്ളൂ. അപ്പൊ നല്ലൊരു ലിസണർ ആകാൻ സാധിക്കുന്ന ആർക്കും കൗൺസിലർ ആകാൻ സാധിക്കും. പിന്നെ സിമ്പതി എന്ന് പറയുന്നത് കൗൺസിലർക്ക് മാത്രമല്ല എല്ലാവർക്കും വേണ്ട ഒരു ഗുണം തന്നെയാണ്. തീർച്ചയായിട്ടും കൗൺസിലിങ്ങിന് അതിനുള്ള ഇമ്പോർട്ടൻസ് ആണ് സാർ ഇവിടെ എടുത്തത്. അത് അങ്ങേയറ്റം അപ്രീഷ്യബിൾ ആണ്. സാർ പറഞ്ഞ സിമ്പതി മാത്രമാണ് ഇന്നത്തെ ക്ലാസ്സിൽ സാർ എടുത്തു കാണിച്ചത്. അതെങ്ങനെയൊക്കെ എത്ര ഭംഗിയായിട്ട് ഒരു കൗൺസിലർക്ക് ഉപയോഗിക്കാൻ സാധിക്കും എന്നും വളരെ കൃത്യമായിട്ട് സാർ പറയുണ്ടായി. നല്ല രീതിയിൽ സാർ പ്രസന്റ് ചെയ്തു. സാറിന്റെ പ്രൊഫഷൻ ഇതും കൂടി ആയതുകൊണ്ട് തീർച്ചയായിട്ടും അത് സാറിന്റെ ജീവിതത്തിൽ തന്നെയല്ല ബാക്കി പലർക്കും വഴികാട്ടിയാവും. പിന്നെ എനിക്ക് സംശയമുള്ളത്, നമ്മളിപ്പം ഒരു മെഡിക്കൽ ഡോക്ടറെ കാണാനായിട്ട് പോകുമ്പോൾ നമുക്കൊരു അസുഖം ഉണ്ടെങ്കിൽ എന്ത് അസുഖമായാലും ആയിക്കോട്ടെ, ആദ്യം കാണേണ്ടത് ജനറൽ മെഡിസിന്റെ ഡോക്ടറെയാണ്. അതിനുശേഷം ജനറൽ മെഡിസിന്റെ ഡോക്ടറാണ് പറയുക നിങ്ങൾ ഇന്ന സ്പെഷ്യലൈസ്ഡ് ഡോക്ടറെ കാണണം എന്ന് പറയാറുള്ളൂ. എന്ന് പറഞ്ഞ പോലെ ഒരു മാനസിക രോഗം ഉണ്ടെങ്കിൽ ആ രോഗി ആദ്യം കാണേണ്ടത് ഒരു സൈക്കോളജിസ്റ്റിനെ ആണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് ശരിയാണെന്ന് എനിക്കറിയില്ല, എൻ്റെ ഒരു തോന്നലിൽ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ സൈക്കോളജിസ്റ്റ് ആണ് തീരുമാനിക്കേണ്ടത് ഇങ്ങനെ ഒരു സൈക്യാട്രിസ്റ്റിനെ കാണണോ മരുന്ന് കഴിക്കണോ എന്നുള്ളത്. അങ്ങനെയുണ്ടെങ്കിൽ അദ്ദേഹമാണ് പറഞ്ഞു വിടേണ്ടത് സൈക്യാട്രിസ്റ്റിന്റെ അടുത്തേക്ക്, അല്ലാതെ നേരെ ആരും സൈക്യാട്രിസ്റ്റിന്റെ അടുത്തേക്ക് പോകരുതെന്നാണ് എനിക്ക് തോന്നുന്നത് ഇപ്പൊ ഈ പറഞ്ഞതിൽ നിന്ന്. ഓക്കെ സാർ, താങ്ക് യു. സാറിന്റെ നല്ല ക്ലാസ് ആയിരുന്നു. കൗൺസിലിങ് ആ ഫീൽഡിലുള്ള ഒത്തിരി ആൾക്കാർ ഇവിടെ ഉണ്ട്. നമുക്കറിയാം ഉലകനാൻ സാറുണ്ട്, MC റോയ് സാറുണ്ട്, ഇവരെല്ലാം കൗൺസിലേഴ്സ് ആണ്. അവർക്ക് ഒത്തിരി പറയാനായിട്ട് കാണും. ഓക്കെ സാർ, താങ്ക് യു. ജോബിജി ഒന്ന് ജസ്റ്റ് ഒന്ന് ലെറ്റ് മീ പറഞ്ഞു കാരണം, അതായത് ഒന്ന് കറക്ഷൻ. അതായത് ഐ എഗ്രി വിത്ത് യു, പറഞ്ഞതിൽ കുറെ ശരിയാണ്. പക്ഷേ ചില അസുഖങ്ങൾ വന്നിട്ട് നേരെ സൈക്കാട്രിസ്റ്റിന് തന്നെ പോകണം ആസ് എ ജനറൽ മെഡിസിൻ ഡോക്ടർ. അതായത് ഫോർ എക്സാമ്പിൾ സ്കിസോഫ്രീനിയ, ദെൻ ബൈപോളർ ഡിസോർഡർ, അതെല്ലാം സൈക്കോതെറാപ്പി
കൗൺസിലിംഗിന് കാര്യമായിട്ടൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ദേ മസ്റ്റ് ഡയറക്ട്ലി ഗോ ടു എ സൈക്കാട്രിസ്റ്റ്. അതർവൈസ് ദി സോ കോൾഡ് കോമൺ ആയിട്ടുള്ള ഡിപ്രഷൻ, ആങ്സൈറ്റി, ഇതാണ് മോസ്റ്റ് കോമൺ. ഇതിനെല്ലാം വന്നിട്ട് നേരെ ഇമ്മീഡിയറ്റ് ആയിട്ട് സൈക്കാട്രിസ്റ്റ് അല്ല വേണ്ടത്, നല്ലൊരു കൗൺസിലിംഗ്, ഒരു കൗൺസിലറാണ് പോകേണ്ടത്. ഓക്കെ, താങ്ക് യു. അല്ല, അവിടെ ഒരു കറക്ഷനോടെ ഉണ്ട് സാറേ, അവിടെ ഒരു കറക്ഷനോടെ ഉണ്ട്. ബൈപോളാറിലായാലും സ്കിസോഫ്രീൻ ആണെങ്കിലും ഡിപ്രഷൻ, അക്യൂട്ട് ഡിപ്രഷൻ ആണെങ്കിലും ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അത് അറിയത്തില്ല അതെന്താണെന്ന് പോലും. ഇപ്പൊ സൈക്കാട്രിസ്റ്റിന്റെ അടുത്ത് പോയാലും അവരെ മരുന്ന് കൊടുക്കുമ്പോഴാണെങ്കിലും മേക്ക് ഇറ്റ് ഷുവർ ദാറ്റ് ഓൺഗോയിങ് പാരലലി ദേ ഗെറ്റ് സൈക്കോളജിക്കൽ തെറപ്യൂട്ടിക്കൽ സപ്പോർട്ട് ഓൾസോ. മരുന്നിൽ മാത്രം കൊടുത്തു കഴിഞ്ഞാൽ അത് ഭയങ്കരമായിട്ട് പിന്നീട് ബുദ്ധിമുട്ടുണ്ടാക്കും. അവർക്ക് പാരലായിട്ട് അത് കൊടുത്തു കഴിഞ്ഞാൽ മാത്രവും അത് നടക്കത്തുള്ളൂ. ഞാൻ ഈ പറഞ്ഞ കൊച്ചിന്റെ കേസ് ഒന്ന് ആലോചിച്ച് നോക്കി. 8ാം ക്ലാസ്സിലെ കൊച്ചാന്ന് ഓർക്കണം. ഒരു ഇമോഷണൽ ഇഷ്യൂസ് വന്നിട്ടാണ് ഒരു വെൽ നോൺ ഡോക്ടറെ അടുത്ത പോയത്. ഐ ഡോണ്ട് വാണ്ട് ടു നെയിം ദ ഡോക്ടർ. പക്ഷേ ഐ വാണ്ട് ടു ബ്രിങ് ദ അറ്റൻഷൻ ഓഫ് ദാറ്റ് സോ ഹോറിഫൈങ് സിനാരിയോ. അപ്പൊ ആ കുട്ടി 12 years ആയിട്ട് ഡ്രഗ്സ് കഴിക്കുക. അവർക്ക് അറിയത്തില്ല. അതിന്റെ ഫാമിലിയിലെ ഒരു സിബ്ലിംഗ് ഡോക്ടറും കൂടെയാണ്. അപ്പൊ പിന്നെ അതിന്റെ ഇന്റർവെൻഷൻ വന്നിട്ടാണ് ഒരു തെറപ്യൂട്ടിക്കൽ ലൈനിലേക്ക് പോകാനായിട്ട്. അപ്പോ അത് പലപ്പോഴും അത് അറിയത്തില്ല അവർക്ക്. അപ്പോഴാണ് അവർക്ക് ഫെഡപ്പായി, ദേ ട്രൂലി ഫെഡപ്പ് വിത്ത് ദാറ്റ് മെഡിസിൻ. അപ്പോൾ അവർക്കത് പിന്നീടാണ് അത് മനസ്സിലാകുന്നത്. അത് അപ്പോൾ നൗ ദേ ഗെറ്റ് ഇറ്റ്. ഇവൻ അപ്പോൾ ഈ പ്രൊഫഷണൽസ് നന്നായിട്ട് ഇന്റഗ്രേറ്റ് ഒരു ഇന്റഗ്രൽ അപ്രോച്ച് പ്രൊഫഷണൽസിൽ ഉണ്ടാവണം. ഞാനൊരു സൈക്കാട്രിസ്റ്റ് ആയാലും സൈക്കോളജിസ്റ്റ് ആയാലും ഒരു ഫിസിയോതെറപ്പിസ്റ്റ് ആണെങ്കിലും there must be a cordial transaction between the disciplines for the well-being of the person. That is so important. ഗ്ലാഡ്സൺ ജി, നിങ്ങൾ പറഞ്ഞത് അതിനെ ഞാൻ കുറഞ്ഞൊരു നന്നായിട്ട് പറഞ്ഞു തരാം. അതായത് അക്യൂട്ട് ആയിട്ട് വരുന്ന കാര്യമാണ് ഞാൻ ആദ്യം പറയുന്നത്. അതായത് ഒരു ബാക്ക് പെയിൻ അക്യൂട്ട് ആയിട്ട് ഒന്ന് സ്പ്രെയിൻ ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ട് മെഡിസിനും ഒരു ഡോക്ടറുമാണ്. ദെൻ അത് ഒന്ന് ഇതിന് ശേഷം പിന്നെയാണ് ഫിസിയോതെറാപ്പി. ദി സെയിം വേ ബൈപോളാർ ഡിസോർഡർ, സ്കിസോഫ്രീനിയ, ഇമ്മീഡിയറ്റ് ആയിട്ട് മരുന്ന് കൊണ്ട് അതിനെ ഇത് ചെയ്തിട്ട് ദെൻ യെസ് ഡെഫിനറ്റ്ലി. അതുകൊണ്ട് ഇവിടെയാണെന്ന് വെച്ചാൽ ടീം അപ്രോച്ച് ആണ്. ഇവിടെ ഒരു പേഷ്യന്റിനെ വന്നിട്ട് പ്രൈമറി കെയർ ഫിസിഷ്യൻ, സൈക്കാട്രിസ്റ്റ്, സൈക്കോളജിസ്റ്റ് 3 പേരും ചേർന്നാണ് ഇതിനെ മാനേജ് ചെയ്യുന്നത്, കണ്ടിന്യൂ ചെയ്യുന്നത്. അപ്പം പക്ഷെ നമ്മുടെ നാട്ടില് അത് ഇല്ല. നമ്മുടെ നാട്ടിൽ വന്നിട്ട് ഇത് എല്ലാം ആ കൂടി വേറെതായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് അത് മാത്രമല്ല, നമ്മുടെ നാട്ടിലുള്ള ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും അവരെ കൊച്ചാക്കി കാണിക്കുക. സൈക്കാട്രിസ്റ്റ് സൈക്കോളജിസ്റ്റിനെ കൊച്ചായിട്ട് കാണിക്കുക, സൈക്കോളജിസ്റ്റ് സൈക്കാട്രിസ്റ്റിനെ കുറ്റം പറയുക. സോ ഇത് രണ്ടുമാണ് അവിടെ വളരെ കോമൺ ആയിട്ടുള്ളത്. സോ ദാറ്റ് ഈസ് ഓൾസോ വെരി വെരി ഒരു സാഡ് പാത്തറ്റിക് ആയിട്ടുള്ളത്. പിന്നെ ജോബിജി പറഞ്ഞ പുട്ടിങ് യുവർസെൽഫ് ഇൻ ദി ഷൂസ് ഓഫ് അനദർ പേഴ്സൺ, എംപതി, എല്ലാവരും ഇത് പറയുന്ന ഒരു കോമൺ ആയിട്ട് പറഞ്ഞതാണ്. ആരും ആലോചിക്കുന്നില്ല. എംപതി ഇസ് നോട്ട് ഓൾവേസ് പോസിബിൾ. ദാറ്റ് ഈസ് പുട്ടിങ് യുവർസെൽഫ് ഇൻ ദി ഷൂ ഓഫ് അനദർ പേഴ്സൺ. ഫോർ എക്സാമ്പിൾ, ലേബർ പെയിൻ ഒരിക്കൽ പോലും ഒരു പുരുഷൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. ആ ലേബർ പെയിൻ എങ്ങനെയാണെന്നുള്ളത് ഒരു സ്ത്രീ പ്രത്യേകം പറയുമ്പോൾ മെയിൽ ഡോക്ടർക്ക് അത് ഒരിക്കലും മനസ്സിലാക്കാൻ പറ്റത്തില്ല. ആൺകാർക്ക് എത്ര പെയിൻഫുൾ ആണെന്ന് അറിയാൻ പറ്റത്തില്ല. അതുപോലെ ഒരിക്കലും വിവാഹം കഴിച്ച് കുഞ്ഞുങ്ങളെ വളർത്തിയിട്ടില്ലാത്ത ഒരു സന്യാസിമാരോ അല്ലെങ്കിൽ പ്രീസ്റ്റ് ആണെച്ചാലും അവർക്കും ആ ഇഷ്യൂസ് മനസ്സിലാക്കാൻ പറ്റത്തില്ല. എംപതി, യു വോണ്ട് ബി ഏബിൾ ടു പുട്ട് ഇൻ അദർ പേഴ്സൺസ് ഷൂസ്. ഈ രണ്ടും കൂടെ പറഞ്ഞ് ഞാൻ നിർത്തുന്നു. ഓക്കെ, ബൈ. ഓക്കെ, ഉലഹനൻ സർ. ഗ്ലാഡ്സൺ സാർ, ഒത്തിരി സന്തോഷം. സത്യത്തില് പലപ്പോഴും പൊതുജനങ്ങളിൽ നിന്ന് പലപ്പോഴും ഈ സൈക്കോളജിക്കൽ കൗൺസിലിംഗ് അതെന്താണെന്നുള്ളൊരു ധാരണയൊന്നും അവർക്കില്ല. ഇങ്ങനെ ഒരു കറങ്ങിത്തിരിഞ്ഞ ഇങ്ങനെ ഒരു ഡോക്ടർ ഉണ്ട്, അയാളുടെ അടുത്തേക്ക് പോകും. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് തന്നെ എൻ്റെ കുട്ടിക്ക് എന്തൊരു അസ്വസ്ഥതയുണ്ട് എന്ന് മറ്റൊരാൾ അറിയുന്നത്, സമൂഹത്തിന് അറിയുന്നത് അവർക്ക് വല്ലാത്തൊരു ഷെയിമാണ്. അല്ലെങ്കിൽ ആ കുട്ടിയുടെ മാരേജ് അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് പോകുമ്പം ഇവൾക്ക് പണ്ട് ഇങ്ങനെ ഉണ്ടായിരുന്നു എന്ന് പ്രൊജക്റ്റ് ചെയ്യപ്പെട്ടാൽ മാരേജിൽ പോലും വളരെ തടസ്സമായി നിൽക്കുന്ന ഒരവസ്ഥയാണ്.
ചിലപ്പോൾ ഒരു അല്പസമയത്തെ അല്പ ദിവസത്തെ മാനസികമായ ഒരു ഡിപ്രസീവ് സൈഡ് ആയിരിക്കാം ആ കുട്ടിയെ ബാധിച്ചിട്ടുള്ളത്. അപ്പം സാർ, ഞാൻ സാറിനോട് അറിയാൻ വേണ്ടി ചോദിക്കുകയാണ്, ഈ 12 വർഷം മെഡിക്കേഷനിൽ ഉണ്ടായിരുന്ന ആ കുട്ടി സാറിന്റെ അടുത്ത് വന്ന ശേഷം എന്തായിരുന്നു എന്നാണ് സാർ മനസ്സിലാക്കിയത് ആ കുട്ടി? എന്റെ അറിവിന് വേണ്ടി ചോദിക്കുകയാണ്, മറ്റൊന്നായിട്ട് ചിന്തിക്കല്ലേ. അല്ല, ആ കൊച്ചിന് ഒരുപക്ഷെ കുറച്ച് റിലീഫ് കിട്ടിയിട്ടുണ്ടാവും, ഒരു എന്താ പറയാ, അവരുടെ ഫിസിക്കൽ റിലീഫ്. പക്ഷേ ഈ ഓൺഗോയിങ് മെഡിക്കേഷൻ കൊണ്ടും അവരുടെ റൂട്ടിനെ അവര് പിടിച്ചിട്ടില്ല. അതുപോലെ തന്നെ അവരുടെ പേരൻസും സിബ്ലിങ്സും അവര് പോലും അറിയാതെ ഒത്തിരി ഫ്രിക്ഷൻസ് നടക്കുന്നുണ്ട് നമ്മുടെ കമ്മ്യൂണിക്കേഷനിൽ, ഫാമിലി കമ്മ്യൂണിക്കേഷനിൽ. ഭയങ്കര ഫ്രിക്ഷൻസാ, അങ്ങോട്ടും ഇങ്ങോട്ടും കോർക്കും. അവരറിയുന്നില്ല ദേ ആർ റപ്ചറിങ് ദർ ഓൺ ഇമോഷണൽ റെൽം എന്നുള്ളത് അറിയുന്നില്ല. അപ്പോ അത് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. അപ്പോ സാറ് പറഞ്ഞില്ലേ, ഇപ്പൊ യൂറോപ്യൻ രാജ്യങ്ങളോ അല്ലെ വേറെ രാജ്യങ്ങളോ ഹി ഓർ ഷീ ഈസ് മൈ തെറപ്പിസ്റ്റ് എന്ന് പറയാൻ അവർക്ക് ഒരു മടിയില്ല. അത് ഒരു മുടിവെട്ടുകാരനെ പോകുന്ന ലാഘവത്തോടുകൂടി സകലരും പോകും. ഐ നീഡ് കൗൺസിലിംഗ്. ഈ പറയുന്ന ഗ്ലാഡ്സൺ മാത്യുവിന് കൗൺസിലിംഗ് ആവശ്യമാണ്. ഞാൻ the other day I was talking to Sabu sir. He's a man of empathy. I must confess it. He's a very good person of empathy. അപ്പൊ ഞങ്ങൾ ഒരു കാര്യം ഇങ്ങനെ ഡിസ്കസ് ചെയ്യപ്പോൾ I got really enlightened the way he said something on me. അപ്പൊ അത് I was getting a direct or indirect counseling from him. 100 people ഉണ്ടെങ്കിൽ 100 people വേണം. Nobody is accepted from it. Nobody in the world. ആ ഒരു സ്റ്റിഗ്മ പോയി കഴിയുമ്പോഴാണ് ഇപ്പൊ അവര് പറഞ്ഞൊരു കാര്യം, അവർക്ക് ഇത് ഒളിച്ചു വെക്കുക എന്നുള്ളതാണ് അവരുടെ ഒരു ഇത്. അവര് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ ആരും പ്രൊഫഷണൽസ് പുറമേക്ക് വരുന്നില്ല ഇത് പ്രശ്നമില്ലാത്ത കാര്യമാണെന്ന്. ഈ മൊബൈൽ ഫോൺ അറിയത്തില്ല, ആദ്യം ഉണ്ടായി കഴിഞ്ഞപ്പോ റേഡിയേഷൻ ആണ് ഇതാണ്, ആരും ഒത്തിരി പേര് ഉപയോഗിച്ചിരുന്നില്ല. പക്ഷെ നീഡ് ഒന്നും എല്ലാവരുടെ കയ്യിൽ ഇപ്പൊ ഉണ്ട്, പിള്ളേരുടെ കയ്യിൽ എല്ലാവരുടെയും കയ്യിലുണ്ട്. അതിന് ഇത് ഡ്രോബാക്സ് ഉണ്ട്, എന്നാലും ഇറ്റ് ഈസ് ബിക്കം വെരി വെരി കോമൺ തിങ്. എന്ന് പറഞ്ഞാൽ കൗൺസിലിംഗ് നീഡ്സ് ടു ബി വെരി കോമൺ. STD ബൂത്ത് പോലെ അത് വരണം എല്ലാ ഫാമിലിയിലും, എല്ലാത്തിലും. അത് ഇറ്റ് ഈസ് സോ ഇമ്പോർട്ടൻറ്റ്. ഓക്കെ സാർ, ഞാൻ പറഞ്ഞത് തീർക്കാണ്. അപ്പോൾ ഈ കൗൺസിലിംഗ് എന്ന പ്രൊഫഷൻ ശരിക്കും പറഞ്ഞാൽ അതിന്റെ ഡെപ്ത് മനസ്സിലാക്കി ഒരു കൗൺസിലർ പ്രവർത്തിച്ചാൽ വരുന്ന ആ ക്ലയന്റിനെ നമ്മുടെ സുഹൃത്തായി നമ്മളോടൊപ്പം കൊണ്ടു നടക്കുമ്പോൾ അയാൾ ഓപ്പൺ ചെയ്യും. പലപ്പോഴും വാച്ച് നോക്കി കൗൺസിലിംഗ് അല്ലെങ്കിൽ ഇതും ചെയ്യുന്നതിൽ എനിക്ക് സന്തോഷമൊന്നുമില്ല. കാരണം ഞാൻ വാച്ച് അവിടെ വെക്കാറില്ല, നോക്കാറില്ല. കാരണം അയാളെ പൂർണ്ണമായും കേൾക്കാതെ എന്ത് ഉത്തരമാണ് ഞാൻ അയാളോട് സംസാരിക്കും. പിന്നെ ഞാൻ ചെയ്യുന്നത് ഈ പറഞ്ഞ കാര്യങ്ങളിൽ വീണ്ടും ഒന്നുകൂടെ പതുക്കെ ഒന്ന് ചിരണ്ടാൻ ശ്രമിക്കുമ്പം പുള്ളിക്ക് ഭാവവ്യത്യാസങ്ങൾ വരുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അപ്പൊ ചിലപ്പോൾ അയാൾ പറഞ്ഞത് അയാൾക്ക് തന്നെ ബോധ്യമുള്ള ഒരു കാര്യമായിരിക്കണം തന്നെ ഇല്ല. പക്ഷെ കോർ പോയിന്റ് എടുത്തിട്ട് ഞാനൊക്കെ ചെയ്യുന്നത് അയാളോട് തന്നെ ഇങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ എന്താണ് മാർഗമെന്ന് ചോദിക്കുന്ന സമയത്ത് പുള്ളി 2 മിനിറ്റ് ഇങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെയായാൽ ചിലപ്പോൾ ശരിയാവും. അത് ശരിയാണെന്ന് എനിക്കും ബോധ്യം വന്നാൽ ഞാൻ അതിനെ നർച്ചർ ചെയ്യും, അവിടെ വെള്ളം ഒഴിക്കും. ശരി, ഈ രീതിയിൽ ചെയ്ത് അടുത്ത ആഴ്ച ഒന്ന് വരൂ. അപ്പൊ അവർക്ക് ഇവിടുന്ന് ഇറങ്ങുമ്പോൾ ഒരു റിലാക്സേഷൻ കിട്ടുന്നുണ്ട്. ആ കിട്ടലിലൂടെ വളർന്നു പോവുകയാണെങ്കിൽ അടുത്ത ആഴ്ച വരുമ്പോൾ ഒരു പക്ഷെ പിന്നെ വരേണ്ട ആവശ്യമില്ലാതെ അവർ സെൽഫായിട്ട് റിലാക്സ് ചെയ്ത് പോകുന്നുണ്ട്. പിന്നെ കുറെ കാലമായിട്ട് തീവ്രമായിട്ട് ഇങ്ങനെ അനുഭവിച്ചുകൊണ്ട് പോകുന്ന ഒരാഴ്ച കൊണ്ട് മാറ്റുമെന്നൊന്നും പറയാൻ ഞാൻ ആളല്ല. പക്ഷെ ആ ക്ലയന്റിന്റെ സഹകരണം, അവരുടെ പേരൻസിന്റെ സഹകരണം, കൂടെ വരുന്നവരുടെ സഹകരണമൊക്കെ കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റും. ഇന്ന് ഗ്ലാഡ്സൺ സാർ തന്ന ധാരാളം നിർദ്ദേശങ്ങൾ ആ ക്ലാസ്സിന് വളരെ ഉറച്ചതായിരുന്നു. വളരെ സന്തോഷമുണ്ട്. താങ്ക് യു സർ. താങ്ക് യു. ഓക്കെ സാർ. റോയ് സാർ. ഓക്കെ സാർ. സാറ് സാബു സാർ പറഞ്ഞ ഈ 2ാം വർഷമായി എന്ന് പറയുമ്പോൾ തന്നെ എൻ്റെ ചിന്തകൾ സ്പ്രെഡ് ചെയ്തു പോയി. കാരണം മിക്കവാറും ഉള്ള എല്ലാ ക്ലാസ്സുകളും ഒക്കെ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അതങ്ങനെ അറ്റൻഡ് ചെയ്തു പല വിഷയങ്ങളും. പക്ഷേ നമ്മൾ ചില കാര്യങ്ങൾ
കൂടുതലായി വന്ന് കയറിയതുപോലെ ഒരു തോന്നല് നമ്മൾ ഓരോ വിഷയങ്ങളും അപ്രോച്ച് ചെയ്യുമ്പോൾ വരുന്നുണ്ട്. അത് എവിടുന്ന് കിട്ടി എന്ന് അറിയാനൊക്കത്തില്ല. ഏത് വിഷയത്തെക്കുറിച്ച് പറയുമ്പോഴും നമ്മളിൽ ചില നമ്മളിൽ ഉണ്ടാകുന്നു എന്ന് പറയുന്നത് അറിയാതെ സിദ്ധിച്ച കുറെ കാര്യങ്ങളാണ്. അതിന് എത്രമാത്രം സാറിനോട് നന്ദി പറഞ്ഞാൽ മതിയാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം പല ക്ലാസ്സുകളായിരുന്നു, എല്ലാം ശരിയാണ്. പക്ഷെ അറിയാതെ തന്നെ നമ്മൾ കുറെ വിവിധ ഫീൽഡുകളിൽ വന്ന് കയറിയിട്ടുണ്ട്. ഓക്കെ, പിന്നെ ഇന്നത്തെ ക്ലാസ്സിലെ പറഞ്ഞ ഗ്ലാഡ്സൺ മാത്യു സാറിന്റെ ക്ലാസ്സിനെ കുറിച്ച് പറയുമ്പോൾ ഈ എമ്പതിയുടെ ഒരു ഇമ്പോർട്ടൻസ് പറഞ്ഞു. ഈ എമ്പതി എന്ന് പറയുന്നത് ജീവിതത്തിൽ ഓരോ വ്യക്തിക്കും ഉണ്ട് എങ്കിൽ അതിന്റെ ഗുണം കിട്ടും, അതിന് സംശയമൊന്നും വേണ്ട. ഒരു ഇഷ്യൂ ഉണ്ടായ തമ്മിൽ തർക്കമോ അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാര്യം വന്നു കഴിഞ്ഞാൽ നമുക്കുണ്ടായ എമോഷണൽ ഡിസ്റ്റർബൻസ് മറ്റുള്ളവർക്ക് എങ്ങനെ ഉണ്ടായി കാണും ഒന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മളുടെ എമോഷൻ ഒത്തിരി റിലീഫ് കിട്ടും. ആ സിറ്റുവേഷൻ ആ ഒരു പ്രയാസമുണ്ട്. അപ്പൊ ആ മറ്റേ കക്ഷിക്ക് എന്തുമാത്രം ഉണ്ടായി കാണും എന്ന് നമ്മൾ മനസ്സിൽ കണ്ടാൽ തന്നെ വളരെയധികം ആശ്വാസം കിട്ടുന്ന ഒരു കാര്യമാണ്. ഇപ്പൊ അതുപോലെ തന്നെ ഇപ്പൊ ഗ്ലാഡ്സൺ സാർ നേരത്തെ പറഞ്ഞപ്പോൾ ഞാനിപ്പോഴും എൻ്റെ കാരണം ഒരു മാനസികമായ ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ ഉടൻ തന്നെ പോകുന്നത് സൈക്കാട്രിസ്റ്റിനെ കാണാനാണ് പോകുന്നത്. അപ്പൊ അവിടെ ചെല്ലുമ്പോൾ വേറെ ആൾക്കാരൊക്കെ കാണും, ടിക്കറ്റൊക്കെ എടുത്ത് കാണാൻ നിൽക്കുക. അപ്പൊ ഞാനൊരു സൈക്കാട്രിക് രോഗിയാണ് എന്ന് മറ്റുള്ളവർ അറിയുന്നതും എനിക്കതുണ്ട് എന്ന് പറയുന്നത് പേഷ്യന്റിന് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. ഒന്നത്. രണ്ട്, ഈ ടാബ്ലറ്റ്സും ഒക്കെ കൊടുക്കുമ്പോൾ അത് തിന്നാനും അതുമൊക്കെ വേവയാ. പക്ഷെ ഒരു കൗൺസിലറിലൂടെയാണ് പോകുന്നത് എങ്കിൽ അതിനൊരു പ്രിപ്പറേഷൻ കിട്ടും എന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. നേരെ ഇതുപോലെ സ്ട്രെയിറ്റ് ആയിട്ട് പോയി ഗുളികകൾ കഴിക്കുകയും കഴിക്കാതിരിക്കുകയും അതിനെക്കുറിച്ച് ചുമ്മാ ഒരു കൗൺസിലിങ്ങിന് വേണ്ടി പിന്നീട് കൊണ്ടുവരുമ്പോൾ ഗുളികയൊക്കെ തിന്നാൽ ഭയങ്കര ക്ഷീണവും മറ്റും, അതിലൊന്നും വലിയ കാര്യമില്ല എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഇതൊരു വലിയ വിഷയം. ഇത് ദൈനംദിന ജീവിതത്തിൽ എല്ലാവർക്കും ഉണ്ടാവുന്നതാണ്. അതിന് പ്രശ്നപരിഹാരം ഇല്ലാതെ വന്നതുകൊണ്ട്, ഇങ്ങനെ നീണ്ടുപോയത് കൊണ്ട് വന്ന വിഷയമാണ്. അതിനൊരു ചെറിയ മരുന്നൊക്കെ കഴിച്ച് അത് നിർത്തി കഴിഞ്ഞാൽ ഒത്തിരി ആശ്വാസം കിട്ടും എന്ന് പറയുമ്പോൾ തന്നെ, നമ്മളൊന്ന് പറയുമ്പോൾ തന്നെ അവർക്ക് അത് ഫോളോ അപ്പ് ചെയ്യാനുള്ള ഒരു താല്പര്യം ഞാൻ കണ്ടിട്ടുണ്ട് പലരിലും. അതുപോലെ തന്നെ നിർബന്ധം രക്ഷയില്ല കിട്ടുള്ള എന്ന് പറഞ്ഞാൽ അടുത്ത വേറെ സൈക്കാട്രിസ്റ്റിനെ കാണുക. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള ഒത്തിരി പ്രശ്നങ്ങൾ ഈ ഫീൽഡിൽ വന്നിട്ടുണ്ട്. പക്ഷെ ഈ കൗൺസിലിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ് എന്ന് പറയുന്നത് സാധാരണക്കാരായ എല്ലാവരുടെയും വേണ്ട രീതിയിൽ ഉപദേശം കൊടുക്കുന്ന ഒരു സംഗതിയാണെന്ന് ഇപ്പൊ ഒത്തിരി വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. അപ്പൊ ഉപദേശം കൊടുക്കാനായിട്ടായി കൊണ്ടുവരുന്നത് എന്നുള്ള രീതിയിലാണ് കാണുന്നത്. അപ്പോൾ ഇത് അനുഭവിച്ചറിഞ്ഞവർക്ക് അതിൻ്റെ ഒരു ഇത് വരുന്നുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടത്, സൈക്കാട്രിസ്റ്റിനെ കാണിക്കണോ, അതെങ്ങനെയാണെന്നുള്ളതിനെ കുറിച്ചുള്ള ഗൈഡ് ലൈൻസ് ഒക്കെ ആവശ്യപ്പെടുന്നുണ്ട്, തോന്നുന്നുണ്ട് വന്നത്. പിന്നെ സാറ് പറഞ്ഞ ഇപ്പോൾ ഈ ചെയ്ത കൂട്ടത്തിൽ ഞാൻ ഒരു കാര്യം ശ്രദ്ധിച്ചത്, എന്നോടൊരു ക്ലൈന്റ് പറഞ്ഞ ഒരു വളരെ ഫേമസ് ആയിട്ട് കൗൺസിലർ പേരെടുത്ത ആളാണ്. അപ്പൊ അതങ്ങനെ വന്നു കഴിഞ്ഞ് ഞാൻ അപ്പൊ നേരത്തെ കൗൺസിലിങ്ങിനൊക്കെ പോയിട്ടില്ല സാർ, അതൊക്കെ പോയിട്ടുണ്ട്. എന്നാലും ഞാനൊരു കൗൺസിലിങ്ങിന് പോയി. അപ്പൊ ആരോ പറഞ്ഞെടുത്തോ സാറേ, ഞാൻ എൻ്റെ ബുദ്ധിമുട്ടുകൾ പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴേ മാഡത്തിന്റെ കയ്യിലിരുന്ന് പേന താഴെ പോയി, ഉറക്കം തൂങ്ങി എന്ന് പറഞ്ഞ ഒരു കാര്യം ഓർക്കുന്നു. അപ്പോ അവിടെ എവിടെ 80 വർക്കൗട്ട് ചെയ്ത് ഞാൻ പറഞ്ഞതൊന്നും കേട്ടിട്ടില്ല. പിന്നെ അവരെങ്ങനെയാ കാണിക്കണേ എന്ന് പറയും. ഇതെല്ലാം ചരിത്രങ്ങളെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കും. അത് കേട്ടോണ്ടിരിക്കുക എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടാണെന്ന് അത് തന്നെ ഇതല്ല. പക്ഷേ അത് കേൾക്കുന്നുണ്ട് എന്ന് ക്ലയന്റിനൊരു ഫീലിംഗ് ഇല്ല, അത് വലിയ പാടാണ് വന്നത്. പിന്നെ ഒരു പ്രതീക്ഷയോടും കൂടിയാണല്ലോ വരുന്നത്, ഇദ്ദേഹം എൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും എന്നൊരു പ്രതീക്ഷയോടു കൂടിയാണ് ക്ലയന്റ് വരുന്നത്. അപ്പൊ അതിനകത്ത് ഉള്ള ഒരു സമീപനവും കൂടെ വേണം. ഇപ്പൊ സാറ് പറഞ്ഞ പോലെ ഡോക്ടറെ എടുക്ക വന്നിരുന്ന് കഴിഞ്ഞാൽ ഉടനെ തന്നെ മരുന്ന് കുറിക്കുവാണ് എങ്കിൽ വരുന്ന ഒരു ബുദ്ധിമുട്ടുണ്ട്. അത് വലിയ അത് എനിക്ക് തന്നെ അറിയാം പല കാര്യങ്ങളിൽ ഇതുപോലെയുള്ള കാര്യങ്ങൾ.
എന്ത് ചെയ്താ ഗുളിക കഴിക്കില്ല. ഡോക്ടറുടെ പെരുമാറ്റം അങ്ങനെ കിട്ടപ്പെട്ടില്ല. ഇത് ചിലപ്പോൾ ഇത് വലിയ കാര്യമില്ല എന്ന് പറഞ്ഞ് കഴിക്കാതിരിക്കുന്നു എന്ന് പറഞ്ഞൊരു അനുഭവം വരെ എനിക്കറിയാം. ആ ഡോക്ടറുടെ ഇതുകൊണ്ട് വേഗം വിശ്വാസം വന്നില്ല പേഷ്യന്. അതുകൊണ്ട് ആ ഗുളിക കഴിക്കണ്ട, അതൊക്കെ വെറുതെ, അതങ്ങനെ കഴിച്ചുകൊണ്ട് വലിയ ഗുണമുണ്ടാവില്ല, അത് ചുമ്മാ കുടിച്ചതെന്ന ഒരു സമീപനമുണ്ട്. അപ്പൊ ഈ എമ്പതി വർക്കൗട്ട് ചെയ്യുന്നതിന്റെ ഒരു ഇമ്പോർട്ടൻസ് ഭയങ്കരമാണ്. അത് ഇല്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ട് തന്നെ. ഏതായാലും ഈ ഗാഡ്സൺ സാറിന്റെ ഈ പല കാര്യങ്ങളും നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നു അനുഭവിക്കുന്നു ആണെങ്കിലും അതിനെ ഒരു ഒന്നുകൂടി ഒന്ന് റീതിങ്ക് ചെയ്യുന്നതിനും അതുവഴി ഒരു അഭിപ്രായ സ്വരൂപത്തിനുള്ള ഒരു അവസരവും ഉണ്ടാക്കി തന്നതിന് വളരെയധികം അഭിനന്ദനങ്ങൾ. താങ്ക് യു. ഈ ഒരു കാര്യം കൂടി, ഏതായാലും റോയ് സാർ പറഞ്ഞ ആ ഒരു ഇതിലെ ചിരിക്കാനായിട്ടുള്ള ഒരു ഇതുണ്ട്. പണ്ടൊരിക്കൽ ഒരു സൈക്കോളജിസ്റ്റിന്റെ അടുത്ത് ഒരാളിങ്ങനെ പറഞ്ഞ, യു മസ്റ്റ് ബി ഹാവിംഗ് ലോട്ട് ഓഫ് പേഷ്യൻസ്, ഹൗ ഡു യു സിറ്റ് ആൻഡ് ലിസൺ ഫോർ ഹാഫ് ആൻ അവർ ടു ദാറ്റ് പേഴ്സൺ ഇസ് സേയിങ്. ഒന്ന് അങ്ങനെ പറഞ്ഞു, ഹു ഈസ് ലിസണിങ്? Who is listening? I think about my problems and my this one. അയാൾ അവിടെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അങ്ങയുടെ സ്വന്തം കാര്യം ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെയാണ് തോന്നുന്നത്. പിന്നെ അടുത്തത്, ഇവിടെ ഇദ്ദേഹത്തിന് ഗ്ലാഡ്സൺ ജിക്ക് അറിയാവുന്ന ഒരു കാര്യമായിരിക്കും, നാട്ടിലും ഇപ്പോഴത് പതുക്കെ വരുന്നുണ്ട്. ഇറ്റ് ഈസ് വളരെ വളരെ ഹാംഫുൾ ആണ്. ഇവിടെ ഈ സൈക്കാട്രിസ്റ്റും സൈക്കോളജിസ്റ്റും എല്ലാവരും കൂടി ചേർന്ന് ADHD എന്ന് പറഞ്ഞ് ഒരു ഡിസീസ്, ഒരു ലേബൽ ഉണ്ടാക്കി, അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ. അത് കാരണം ഇവിടെ മില്യൺസ് ഓഫ് പിള്ളേർ വന്നിട്ട് അവര് ആ ലേബലും പേറി ഉടനെ തന്നെ നേരെ സൈക്കാട്രിസ്റ്റിന്റെ അടുത്ത് പറഞ്ഞു വിട്ടേക്കും. സ്കൂളിൽ സൈക്കോളജിസ്റ്റ് ഉണ്ട്, എവറി സ്കൂൾ ഹാസ് ഗോട്ട് എ സ്കൂൾ സൈക്കോളജിസ്റ്റ്. ആ സൈക്കോളജിസ്റ്റിന്റെ അടുത്ത് ക്ലാസ്സിൽ ടീച്ചർ വളരെ ബോറായിട്ട് പഠിപ്പിക്കുമ്പോൾ പിള്ളേർ വന്നിട്ട് ഓബിയസ്ലി ബോർഡ് ഒരിക്കലും അവർക്ക് ടോളറേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. വെൻ ദേ ഫീൽ ബോർഡ് അവർ അങ്ങോട്ട് കൊണ്ട് സംസാരിക്കുമ്പോൾ നേരെ സൈക്കോളജിസ്റ്റിനോട് പറഞ്ഞു വിടുകയാണ്, ദിസ് ബോയ് ദിസ് ഗേൾ ഇസ് ഡിസ്റപ്റ്റീവ്, ക്ലാസ് ഡിസ്റപ്റ്റീവ് ആണെന്ന് പറഞ്ഞുകൊണ്ട്. അപ്പൊ സൈക്കോളജിസ്റ്റിനെ പോയിക്കുമ്പോഴെന്താണ്, സൈക്കോളജിസ്റ്റോട് തന്നെ ADHD നേരെ സൈക്കാട്രിസ്റ്റിന്റെ അടുത്ത്. സൈക്കാട്രിസ്റ്റ് എന്ത് ചെയ്യും, ഉടനെ ഒരു ഗുളിക. അത് കഴിയുമ്പോൾ താളവട്ടം സിനിമയിലെ മോഹൻലാൽ ആയതുപോലെ അങ്ങ് യു ബിക്കം കംപ്ലീറ്റ്ലി പിക്ചറായിട്ട് ലൈഫ് ലോങ് അവരുടെ കരിയറും ഫ്യൂച്ചറും എല്ലാം കംപ്ലീറ്റ് ആയിട്ട് ഡാമേജ്ഡ് ആവും. ഇതൊരു വല്ലാത്തൊരിതാണ്. ഇത് വലിയൊരു ശരിക്കും പറഞ്ഞ ദ്രോഹമാണ് ചെയ്തിട്ടുള്ളവര്. സോ കോൾഡ് സൈക്കോളജിസ്റ്റും സൈക്കാട്രിസ്റ്റും അവര് ഒരു ഡിസീസ് വെച്ച് ഒരു മരുന്നിനെ പ്രൊമോട്ട് ചെയ്യും. അഗൈൻ ഫാർമ ഇൻഡസ്ട്രി ഉണ്ട് അതിന് വേണ്ടിയിട്ടുള്ള മരുന്ന്. സോ ദാറ്റ് ഈസ് വാട്ട് ഈസ് ഹാപ്പനിങ്. ഓക്കെ, റൈറ്റ്. ജോർജ് സാർ പറയൂ. താങ്ക് യു സർ, താങ്ക് യു. ആദ്യമേ തന്നെ പറയട്ടെ, ഈ മാറ്റിനി ഫ്രീ വെബിനാർ 2 വർഷം തികയുന്നു. അതൊരു മഹാത്ഭുതം തന്നെയാണ്. ആദ്യ വർഷത്തെ ആഘോഷത്തിന് വന്ന് പങ്കുചേരാൻ എനിക്ക് അവസരം കിട്ടി. സാറേ, സർ, അങ്ങയുടെ ആ നിസ്വാർത്ഥ സേവനത്തിന് ഹൃദ്യമായ അഭിനന്ദനം ആദ്യമേ അറിയിക്കും. താങ്ക് യു. ഗ്ലാഡ്സൺ സർ, വളരെ സന്തോഷം. സാറ് രാത്രിയിൽ നടക്കുമ്പോൾ എല്ലാവരുടെയും ടോർച്ചുണ്ട്, പക്ഷെ സാറിന്റെ ടോർച്ച് ഇതിനോട് ശക്തിക്ക് അടിച്ചു, കുറച്ചുകൂടെ വെളിച്ചം പകർത്തി തന്നു. എനിക്ക് അങ്ങനെ തോന്നുന്നു. നമ്മൾ പറഞ്ഞു വന്നപ്പോ പൊതുവെ ഒരു സ്ഥിതിവിശേഷം, ഇത്തിരി മാരിറ്റൽ കോൺഫ്ലിക്റ്റ് ഉള്ള ഒരു കേസ് ആരെങ്കിലും ഇടപെട്ട് ഒരു വക്കീലിനെടുക്ക പോയാൽ ഡൈവോഴ്സ് ഉറപ്പ് എന്ന് പൊതുവെ പറയാറുണ്ട്. എന്നതുപോലെ തന്നെയാണ് ഒരു അസ്വസ്ഥത തോന്നി ഉടനെ, ഒരുപക്ഷെ പേഷ്യന്റിന് തന്നെ തോന്നണമെന്നില്ലല്ലോ, കെയർ ഗിവേഴ്സ് ഡയറക്റ്റ് ചെയ്യും, നമുക്ക് ഉടനെ പോവാം, ഇത് ലക്ഷണം കണ്ടിട്ട് ആകെ മോശം. ഇപ്പൊ ആദ്യം പറഞ്ഞതുപോലെ ചില മെഡിക്കേഷൻ ആരെങ്കിലും ഒക്കെ മരുന്ന് കഴിച്ചിട്ടുണ്ടാകുന്ന തിക്ത അനുഭവം കേട്ട് പേടിച്ചിട്ടാണ് പലപ്പോഴും ഈ മിസ്ഗൈഡൻസ് ആയിരിക്കുമോ എന്ന് അറിയുന്നില്ല. കൗൺസിലറുടെ അടുക്ക പോകണോ, സൈക്കാട്രിസ്റ്റിന്റെ അടുക്ക പോകണോ, ആരെയാ കാണേണ്ടതെന്ന് പറഞ്ഞ അസ്വസ്ഥതമായിരിക്കുന്ന കുടുംബത്തില് ആരെങ്കിലും പറയുന്നത് കേട്ടിട്ട് അവർ ചെന്നപ്പെടുന്നു. തീർച്ചയായിട്ടും എൻ്റെ മേഖല അല്ല എന്ന് തിരിച്ചറിഞ്ഞ് അങ്ങ് ഗൈഡ് ചെയ്യുക ഒരു ചുമതലയാണ് ആദ്യം കിട്ടുന്ന ആർക്കായാലും. അപ്പൊ ആദ്യം വേണുഗോപാൽ സാറും പറഞ്ഞല്ലോ, ഈ ഡയറക്ഷൻ കൊടുക്കേണ്ടടുത്ത് കൊടുക്കാം, അത് രണ്ടുപേരും കയറി അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കേണ്ട യാതൊരു കാര്യമില്ല. അപ്പൊ തീർച്ചയായിട്ടും
സാറ് വളരെ നല്ല പാത വെട്ടി തുറന്ന് ഒന്നോടെ ശുദ്ധി ചെയ്തു. എല്ലാവർക്കും കുറച്ചുകൂടെ ഇൻസൈറ്റ് കൊടുത്തു. ഒത്തിരി സന്തോഷം. കൺഗ്രാജുലേഷൻ സർ. താങ്ക് യു സോ മച്ച്. ഓക്കെ, താങ്ക് യു. അതിലൊരു കാര്യം കൂട്ടിച്ചേർത്തോട്ടെ സാറേ. ഈ വേണുഗോപാൽ സാറ് ADHDയുടെ കാര്യം പറഞ്ഞല്ലോ. മറ്റേ ഇത് വാസ്തവത്തില് അങ്ങനെയുള്ള കുട്ടികൾക്ക് അവരവരുടെ പേരൻസ് ഒരു എല്ലാ ദിവസവും അല്ലെങ്കിൽ 2 ദിവസം കൂടുമ്പോഴൊരു നല്ല ഒരു ഹഗ് അവർക്ക് കൊടുക്കാൻ പറ്റിക്കഴിഞ്ഞാൽ അത് ഏറ്റവും നല്ല മെഡിസിന്. അപ്പനും അമ്മയും ഒരു നല്ല ഹഗ് എന്ന് പറയുമ്പോൾ ഹഗ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ വിടരുത്, ആ കൊച്ചെ വിടിയിക്കാവുള്ളൂ ഹഗ്. അത് ചെയ്തു തരുന്നാൽ ഭയങ്കര ₹1 മുടക്കില്ല, പക്ഷെ ഭയങ്കര ഇമ്പാക്ട് ആ കൊച്ചിലുണ്ടാകും. അത് ഏത് പാരന്റിനും ചെയ്യാവുന്ന ഒരു കാര്യം. ADHDയുടെ ഏറ്റവും നല്ല ഒരു ട്രീറ്റ്മെന്റ് അത്. ഓക്കെ, അൻസൽ സർ, സരിമ മാം, അനിത മാം, anybody else please? വളരെ നല്ല ക്ലാസ് ആണ്. പിന്നെ നമ്മുടെ സാറിന് ആദ്യമായിട്ടൊരു നന്ദി പറയുന്നു. സാറിന്റെ വിനയത്തിന്റെ ഹേതു ഇപ്പോഴാണ് പിടികിട്ടിയത്. വളരെ നല്ല അറിവുകളുള്ളവർക്ക് എപ്പോഴും വിനയം കൂട്ടായി ഉണ്ടാവും എന്ന് പറയുന്നുണ്ടല്ലോ. പിന്നെ നമ്മുടെ ക്ലാസ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ നല്ല അറിവാണ് കിട്ടിയത്. ഏതൊരു മരുന്നിനും അതിൻ്റെതായ സൈഡ് എഫക്റ്റ് ഉണ്ടാവുമല്ലോ. അതുപോലെ നമ്മള് എന്തെങ്കിലും ഒരു ഡിപ്രഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും നേരിട്ടിട്ട് ഒരു ഡോക്ടറുടെ അടുത്ത് ചെല്ലുമ്പോൾ ആ ഡോക്ടർ ഈ രോഗിയെ പൂർണ്ണമായും കേൾക്കാതെ ആദ്യം കുറിക്കുന്നത് ചിലപ്പോൾ മരുന്നായിരിക്കും. അപ്പൊ ആ മരുന്ന് കൊണ്ട് പല സൈഡ് എഫക്റ്റും പിന്നീടാണ് അവർക്ക് അനുഭവപ്പെടുന്നത്. പക്ഷെ അതിന് പകരം ആദ്യം മുതൽ അവസാനം വരെ അവരെ സശ്രദ്ധം കേട്ട് അവർക്ക് ഒരു ചെറിയ ഒരു വാക്കായിരിക്കും അവർക്ക് അത് നല്ലൊരു പ്രചോദനം കൊടുക്കുന്നത്. ആ വാക്കിന് മരുന്നിനേക്കാൾ വളരെ ശക്തി ഉണ്ടാവും. അപ്പൊ അതാണ് ശരിക്കും കൊടുക്കേണ്ടത്. പിന്നെ നമ്മുടെ കുട്ടികളുടെ കാര്യം പറയുവാണെങ്കിൽ അവരെ എന്തെങ്കിലും ഒരു ചെറിയ കാര്യം ചെയ്താലും അവരെ ഒന്ന് അപ്രീഷിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്കത് പിന്നീട് വളരെ നല്ല കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു പ്രചോദനമായിരിക്കും. ഒരിക്കലും ഇപ്പൊ സാറ് പറഞ്ഞ പോലെ സ്കൂളുകളിൽ ഒരിക്കലും ഒരു സൈക്കാട്രിസ്റ്റിന്റെ ആവശ്യം ഉണ്ടോ എന്ന് തന്നെ അറിയത്തില്ല. കാരണം ടീച്ചേഴ്സിന് അതുപോലെ പേരൻസിന് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത ഒരു കുട്ടികളും ഇവിടെ ഉണ്ടാവില്ല. കൊച്ചുങ്ങളെ ചെറുപ്പത്തിലേ മുതല് ഒരു കെയർ കൊടുത്തിട്ട് അവരെ നന്നായി വളർത്തുവാണെങ്കിൽ ഈ ഒരു പരിധി വരെ അവർക്ക് ഇത്തരം രോഗങ്ങള് ഉണ്ടാവില്ല എന്ന് ആണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ സർ. താങ്ക് യു. അൻസർ സാർ കേൾക്കുന്നുണ്ടോ? സൈനബ മാം. ഹലോ സാർ. കേൾക്കുന്നുണ്ട്, പറയട്ടാ. ഞാൻ പിന്നെ ഗ്ലാഡ്സൺ സാറിന്റെ കൗൺസിലിംഗായിട്ട് ബന്ധപ്പെട്ട കാര്യം, എസ്പെഷ്യലി കൗൺസിലിംഗുകാർ എമ്പതി വലിയ ഇൻഫ്ലുവൻസ് ആണ്. കാരണം അവര് പറയുന്നത്, പക്ഷെ ആ എമ്പതി ലിമിറ്റ് കഴിഞ്ഞിട്ട് ഇത് ചെയ്യാൻ പാടില്ല. കയറി അവരുടെ ഫീലിങ്സ് എല്ലാം കൂടെ നമ്മുടെ ഇമോഷണലായിട്ട് മാറിക്കഴിഞ്ഞാലേ പിന്നെ അവൻ കരയുമ്പോൾ കൂടെ കരയുന്ന സൈസായി പോകും. അപ്പൊ അതുകൊണ്ട് അത് സംഭവിക്കാൻ പാടില്ല എന്ന് കൃത്യമായിട്ട് സാറ് പറഞ്ഞു. അപ്പൊ എമ്പതിക്ക് ദർ ഈസ് ലിമിറ്റേഷൻസ്. അപ്പൊ ചില ആളുകൾ ഭയങ്കര ഇമോഷണൽ ആയിട്ടുള്ള പാർട്ടികളാണ്. അപ്പൊ ഇമോഷണൽ ആയിട്ടുള്ള കഥ പറഞ്ഞാൽ പോലും, കഥ കേട്ടാൽ പോലും കരയും. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളവർ കൗൺസിലിംഗ് നടത്തുമ്പം അങ്ങനെ അത്ര ഓവർ ഇമോഷണൽ ആവരുത്. പിന്നെ ഞാൻ കാണുന്നത് എല്ലാം അഡോളസൻസ് പീരീഡിൽ ഈ ഹോർമോൺ വേരിയേഷൻ കാരണം ഒത്തിരി പിള്ളേർ അനുസരണക്കേടും ഉടനെ കാണിച്ചുടനെ അവിടെ ചെല്ലുമ്പോൾ സാറുമാർ സ്കൂളിൽ പ്രശ്നം ഉണ്ടാക്കുന്നത് പറയും. സാറുമാർ പറയുമ്പോഴത്തേക്ക് പേരൻസിനെ കാണുമ്പോൾ പറയും സൈക്കാട്രിസ്റ്റിനെ കൊണ്ട് കാണിക്കുക, എന്തോന്നോ പ്രശ്നമുണ്ടെന്ന്. അപ്പൊ അങ്ങനെ ഇവർ രഹസ്യമായിട്ട് കൊണ്ടുപോയി കാണിക്കാൻ പോകുമ്പോൾ തന്നെ അവിടെ കാത്തു നിന്ന് ഇത് ചെയ്യുമ്പോഴത്തേക്ക് വേറെ ആരെങ്കിലും ഒക്കെ കാണുമെന്ന് പറഞ്ഞ് പോവും. അവിടെ പോയാൽ സൈക്കാട്രിനെ സംബന്ധിച്ചിടത്തോളം ഈ പേരൻസിനെ സാറ്റിസ്ഫൈ ചെയ്യാൻ ഗുളിക കൊടുത്ത അന്ന് തന്നെ അവന്റെ മാറണം അസുഖം. അപ്പൊ അസുഖം എന്ന് പറഞ്ഞാൽ അവൻ ഇങ്ങനെ ഓവർ ആക്റ്റീവ് അനുസരണ ഇല്ല സാറേ, അതൊക്കെയാണ് പറയുന്നത്. പക്ഷെ അപ്പൊ എൻ്റെ സഹോദരിയുടെ വീട്ടിൽ ഇതുപോലെ സംഭവം നടന്നു. ഞാൻ പറഞ്ഞ സൈക്കാട്രിസ്റ്റിനെ കൊണ്ട് കാണിക്കണ്ട എന്നെല്ലാം പറഞ്ഞാൽ കേൾക്കത്തില്ല ഭയങ്കരമായിട്ട്. അപ്പൊ അങ്ങനെ ഞാൻ പറഞ്ഞു ആദ്യം ഒരു സൈക്കോളജിസ്റ്റിനെ കാണിക്കണം. അപ്പൊ അങ്ങനെ ഈ സൈക്കാട്രിസ്റ്റിന്റെ അടുത്ത് കാണിച്ച് ഗുളിക കഴിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ പിന്നെ അവന്റെ ഫർദർ ആയിട്ടുള്ള ബ്രെയിനിന്റെ ഡെവലപ്മെന്റ് സ്ലോ ചെയ്ത് കളയും.
ADHD പോലെ ചാടിക്കൊണ്ട് അല്ലെങ്കിൽ ആക്റ്റീവായിട്ട് ബഹളം വെക്കുന്നവൻ കുറയുന്നതോടുകൂടി പഠിത്തത്തിൽ ഡൗൺ ആവും, എല്ലാം ആവും. അപ്പൊ അതുകൊണ്ട് അത് ഒന്നാമത്തെ കാര്യം, ആ ഡോക്ടർ താമസിക്കുന്ന ആ വഴി കൂടെ നമ്മൾ പിന്നെ വേറെ ഒരാവശ്യത്തിന് ചായ കുടിക്കാൻ പോയാലും പറയും അൻസാരി ഇന്ന് ഇതിലേ പോയിട്ടുണ്ടായിരുന്നു, എന്തോന്നോ പ്രശ്നമുണ്ടെന്ന് പറയും. അങ്ങനത്തെ ഒരു കാലമാണ്. അപ്പൊ അതുകൊണ്ട് ഇത് മാറണമെങ്കിൽ വലിയ പാടാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ പറയുന്നത്, അങ്ങനെ നിർബന്ധമുള്ളവർ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ സൈക്കോളജിസ്റ്റും സൈക്യാട്രിസ്റ്റും ഒക്കെ ഉള്ള വലിയ ഹോസ്പിറ്റലിൽ പോവുകയാണെങ്കിൽ, മറ്റേത് ഇത് അവിടെ നടക്കുമ്പോൾ ഇന്ന ആളിൻ്റെ അടുത്ത് പോകുന്നുണ്ട്, താണ്ടെ പ്രശ്നം എന്തോന്നോ കേസാണ്. അതുമല്ല അവരുടെ കുടുംബത്തിൽ ആർക്കെങ്കിലും നേരത്തെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ കൺഫേം ചെയ്ത് കഴിഞ്ഞു. വല്ല സംബന്ധാലോചനയൊക്കെ വരുമ്പോഴത്തേക്ക് കഴിഞ്ഞിടയ്ക്ക് അവരുടെ വീട്ടിലെ ഇന്ന ആ പയ്യനെ കൊണ്ട് അല്ലെങ്കിൽ കൊച്ചിനെ കൊണ്ട് അവിടെ പോകുന്ന കണ്ടു എന്നൊക്കെ പറയും. അപ്പൊ ഇങ്ങനെ ഉള്ളത് കൊണ്ട് ഒന്നാമത് പൊതുജനങ്ങൾക്ക്, ഞാൻ എൻ്റെ പിന്നെ കുട്ടിയെ BEd പോകില്ലെന്ന് പറഞ്ഞു. അപ്പൊ എന്തുവാ കാര്യം എന്ന് ചോദിച്ചാൽ ഞാൻ പോകത്തില്ല. അപ്പൊ ഞാൻ ഒരു സൈക്കോളജിസ്റ്റിനെ കാണിക്കും. എന്നെ എല്ലാം കൂടെ അടിച്ച് തല്ലിക്കൊല്ലാൻ വന്നു. കാരണം പെൺകൊച്ചിനെ കൊണ്ട് ഇനി സൈക്കോളജിസ്റ്റിന് അടുത്ത് പോകാം. അപ്പം കൊടുക്കാൻ എന്ത് ചെയ്ത്, ഞാൻ എന്നാലും പതുക്കെ വിളിച്ചോണ്ട് പോയിട്ട് ഇവിടെ ഓർത്തഡോക്സ് അവിടെ പള്ളിയിലത്തെ ഒരു ഇയാളുണ്ട്, അങ്ങനെ എനിക്ക് പരിചയമുണ്ട്. അങ്ങനെ പോയി 10 മിനിറ്റ് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ ആ കൊച്ചു BEdന് പിന്നെ BEdന് പോയി, പിന്നെ MEdന് പോയി, സ്കൂളിൽ പോയി, കോളേജിലായി. അപ്പൊ അത്രയും കാര്യം ചെയ്യാൻ പോലും ആളുകൾ സമ്മതിക്കത്തില്ല. അതുകൊണ്ട് അത് മാറ്റണം ആദ്യം, ഇങ്ങനെയുള്ള ഇവിടുത്തെ ക്ലാസ്. പിന്നെ സാബു സാറിന് പ്രത്യേക അഭിനന്ദനം. ഈ 2 വയസ്സ് സാറിന് കൂടിയല്ലോ, അത്രയും പ്രായം കൂടിയല്ലോ എന്നുള്ളതാണ് നമ്മുടെ സങ്കടം. ഇത്രയൊന്നും നരച്ചിട്ടില്ലായിരുന്നു. ഇത് ഗംഭീരമായിട്ട് എല്ലാ ദിവസവും സാറ് ഒറ്റ അതായത് സെൽഫ് എംപ്ലോയ്മെന്റ് പോലെ ഒറ്റയ്ക്കെന്നും പിന്നെ തക്കാളിയും അല്ലെങ്കിൽ ആപ്പിളും വണ്ടി വെച്ച് തള്ളിക്കൊണ്ട് വരുന്നത് പോലെ തള്ളിക്കൊണ്ട് വരും. ആവശ്യമുള്ളവർ വാങ്ങിക്കും. അല്ലാതെ സ്ഥിരം കസ്റ്റമർ 2-3 പേരേ ഉള്ളൂ. കഴിഞ്ഞാൽ ബാക്കി എല്ലാവരും. പക്ഷെ ഏറ്റവും സർവൈവൽ ചെയ്ത ഇതാണ്, ഒരു പബ്ലിസിറ്റിയും ഇല്ലാതെ ഇത് കൊണ്ടുവന്നത്. അതുപോലെ ഏറ്റവും കൂടുതൽ ആളുകളെ ഇവിടുന്നും അമേരിക്കയിൽ നിന്നും ലണ്ടനിൽ നിന്നും ഇംഗ്ലണ്ടിൽ നിന്നും ഒക്കെ ആളിനെ കൊണ്ടുവന്ന ഒരു പിന്നെ പ്ലാറ്റ്ഫോം കൂടെയാണ്. സാറിന് പ്രത്യേകം അതിനു വേണ്ടിയിട്ടുള്ള ശ്രമത്തിന് പ്രത്യേകം അഭിനന്ദിക്കുന്നു. താങ്ക് യു സാർ. അൻസാരിജി, നിങ്ങളിപ്പോ മറ്റേ പറഞ്ഞ കാരണം നമുക്ക് ജോബിജി ഒന്ന് വരാമോ? ഒന്ന് ചിരിക്കാനായിട്ടുള്ള ഒരു പാട്ടുണ്ട്. ജോബിജി വീഡിയോ ഒരു പാട്ടിന്റെ സമയമായി. പുള്ളി പറഞ്ഞെന്താണ്, എമോഷൻസ് എല്ലാം അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്ത് കരയും എന്ന് പറഞ്ഞു കേട്ടോ. ചില മറ്റേ കൗൺസിലറെല്ലാം രോഗിയുടെ കരയുന്നതാണ് എമ്പതി കൂടിക്കഴിഞ്ഞാൽ. അപ്പൊ അപ്പോഴാണ് ചിരിക്കുമ്പോൾ കൂടെ കരയാനുള്ള പാട്ട് മാറിയിട്ട്, കരയുമ്പോൾ കൂടെ കരയാൻ കൗൺസിലർ മാത്രമേ കാണുകയുള്ളൂ. പോരെ? നല്ലൊരു പാട്ടാ. അപ്പൊ താങ്ക് യു അൻസാരി സാർ. തീർച്ചയായിട്ടും ഞാൻ ഈ യാത്ര തുടങ്ങുമ്പോൾ ഏറ്റവും കൂടുതൽ കാലം ഉണ്ടായിരുന്ന എനിക്ക് തോന്നുന്ന റോയ് സാർ തന്നെയാണ്, അല്ലേ സാർ? റോയ് സാറാണ് എല്ലാ ദിവസവും കൃത്യമായിട്ട് ഈ പ്രോഗ്രാമിന്റെ അത് തന്നെയല്ല, സാറ് വരുമ്പോ എപ്പോഴും നമ്മുടെ ക്യാമറ ഒക്കെ ഓപ്പൺ ചെയ്തിരിക്കും. ആരെങ്കിലും ക്യാമറ ഓപ്പൺ ചെയ്താലേ ചില സമയങ്ങളിലൊക്കെ എനിക്കൊന്ന് മുങ്ങാൻ പറ്റും. പിന്നെ ഏറ്റവും കൂടുതൽ എന്നെ ഇൻട്രൊഡക്ഷൻ പറയാൻ വേണ്ടി ഹെൽപ്പ് ചെയ്തിരിക്കുന്നത് ജോബി സാർ തന്നെയാണ്. ജോബി സാറിന് അതിന് തനതായ ഒരു ക്വാളിറ്റി ഉണ്ട്. ഞാനിങ്ങനെ ആലോചിക്കുക, എല്ലാം ഒന്നും എനിക്ക് അത്ര ഓപ്പൺ ആയിട്ടൊന്നും എല്ലാം പറയണ അത്ര ഇഷ്ടമല്ല. ചിലതൊക്കെ ഞാനിങ്ങനെ കട്ട് ചെയ്ത് വളരെ ഷോർട്ടാക്കി, പക്ഷെ ജോബി സാറിന് കൊടുത്താൽ അത് വേണമെങ്കിൽ 1 മണിക്കൂറത്തേക്ക് ആക്കി ക്ലിയർ ആക്കി. അതിത്തിരി കൂടുതലാ കേട്ടാ. ഇല്ല, അങ്ങനെ എത്ര ക്ലിയർ ആയിട്ട് സാർ അത് പറയും. എല്ലാ ഭാഗങ്ങളും എല്ലാം സ്പർശിച്ച് കൃത്യമായിട്ട് അത് പറയും. എനിക്ക് അങ്ങനെ പറയാൻ പറ്റാറില്ല, പക്ഷെ കുറച്ചാളായിട്ട് ഞാൻ അങ്ങനെയൊക്കെ ശ്രമിക്കുന്നുണ്ട്. കാരണം അത് നമ്മള് പ്രത്യേകിച്ച് ഞാൻ പറയുമ്പോ അത്രയും കൂടുതൽ പറയണോ? അത്രയും കൂടുതൽ പറയേണ്ട കാര്യമുണ്ടോ? ജോബി സാറിന് പറയാം, പക്ഷെ എനിക്ക് പറയാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ പലപ്പോഴും ജോബി സാറിനെ ഏൽപ്പിക്കാറുണ്ട്. അല്ല, സാറിന്റെ ഇൻട്രൊഡക്ഷന്റെ അത്രയും പറഞ്ഞാൽ മതി സാധാരണഗതിയിൽ. കാരണം ബാക്കിയുള്ളത് നമ്മൾ അറിഞ്ഞോളൂ ഒന്നാമത്. പിന്നെ തീരെ അറിഞ്ഞോളാത്ത ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോഴത്തേക്കും മതിയാവും. എല്ലാവരും അൻസാരി സാറിനെ കുറിച്ച് അൻസാരി സാർ ഇങ്ങനെയാണ് അങ്ങനെയാണെന്നൊക്കെ നമ്മൾ പറയുമ്പോ അൻസാരി സാറിന് ഒരു സുഖം ഇല്ല കേൾക്കാൻ. അതുണ്ട്
അതിപ്പോ എല്ലാവരും കാണുമല്ലോ. അതുപോലെ തന്നെ ഉലഹനാൻ സാറ് ഇപ്പൊ കുറച്ചു നാളായിട്ട് ക്ലാസ് കട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ വളരെ കൃത്യമായിട്ട് വന്നുകൊണ്ടിരുന്ന ഒരാളാണ്. തന്നെയല്ല, എനിക്ക് ഉലഹനാൻ സാറിന്റെ ഒരു സൈക്കോളജിസ്റ്റിന്റെ അടുത്ത് കൊണ്ട് കാണിക്കണം നമുക്ക്. കാരണം കുറെ നാട് കൊണ്ട് ക്ലാസ്സിൽ കയറാതെ വരുമ്പോഴേ. ഇല്ല സാറേ, ക്ലാസ്സിൽ കയറുന്നില്ലെങ്കിൽ പോലും എന്റെ ഏതൊരു പ്രശ്നത്തിന്റെ മുമ്പിലും വളരെ കൃത്യമായിട്ട് ഇടപെടുന്നത് ഉലഹനാൻ സാറാണ്. സാറ് എന്നെ ഒന്ന് സഹായിക്കണമെന്ന് പറഞ്ഞാൽ ആ നിമിഷം സാറ് ഏതെങ്കിലും ഒരു വിഷയമായിട്ട് വരും, കൃത്യമായിട്ട് ക്ലാസ് എടുക്കും. അപ്പൊ എനിക്ക് ഉലഹന്നാൻ സാർ എന്ന് പറയുന്നത് എനിക്ക് ഒരു ദൈവത്തെ പോലെയാണെന്ന് ഞാൻ പറയുക. കാരണം ചില സമയങ്ങളില് കാരണം ഞാൻ ഔട്ട് ഓഫ് സ്റ്റേഷൻ ആകുന്ന സമയങ്ങളിലാണ് അധികവും പറ്റുന്നത്. അധികവും അങ്ങനെയാണ് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അപ്പൊ ഉലഹന്നാൻ സാറിനെ കിട്ടിയില്ലെങ്കിൽ മാത്രമേ കിട്ടിയാൽ ഡിഫറെന്റ് ആയിട്ട് ക്ലാസ്. അപ്പൊ അങ്ങനെ ഒത്തിരി കഴിഞ്ഞ ഉലഹന്നാൻ ജി തന്നെ പറഞ്ഞു, ഈ സാബുജി ആയിട്ടുള്ള അസോസിയേഷൻ കാരണം പെട്ടെന്ന് ഒരു ടോപ്പിക്ക് പറയാൻ പറഞ്ഞിട്ട് ഉറക്കമെല്ലാം കളഞ്ഞ് പുള്ളിക്കാരന് ഉറങ്ങാൻ പോലും പറ്റുന്നില്ല എന്നുള്ളത്. എന്ത് ചെയ്യാൻ പക്ഷേ സാറെല്ലാം പ്രിപ്പയർഡ് ആക്കി വെക്കും. ഞാൻ എപ്പോഴും സാറിനോട് പറയാറുണ്ട്, ഒരു ടോപ്പിക് എപ്പോഴും ഗ്ലാഡ്സൺ സാർ നേരത്തെ ക്ലാസ് എടുത്തിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടില്ല. ഇവിടെ ആദ്യമാണോ? ഇവിടെ ആദ്യമായിട്ടാണ്. ഞാൻ എവിടെ കേട്ടിട്ടുണ്ട് സാറിന്റെ ക്ലാസ്. സാറ് കമന്റ്സ് പറയാറുണ്ട്, നല്ല എല്ലാത്തിനും കമന്റ്സ് പറയാറുണ്ട്. പിന്നെ നമ്മുടെ ജോർജ് സാർ, നമസ്കാരം. ജോർജ് സാറിനെ പ്രത്യേകം ഓർക്കുന്നു, നല്ല മനോഹരമായി കമന്റ്സ് പറയുന്നു. അതുപോലെ തന്നെ അനിത മാം വളരെ കൃത്യമായിട്ട് എല്ലാ ദിവസവും വരുമ്പോഴൊക്കെ കൃത്യമായിട്ട് കമന്റ്സ് പറയും. ഇപ്പോൾ ഒത്തിരി പേരുണ്ട്, കുറച്ച് പേരൊക്കെ പതുക്കെ ഈ പറഞ്ഞ പോലെ ക്ലാസ് കട്ട് ചെയ്ത് തുടങ്ങി. നോ പ്രോബ്ലം, അതൊന്നും നമ്മളെ അഫക്ട് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. പിന്നെ എല്ലാവരും വീഡിയോ കാണുന്നുണ്ടെന്നും നമുക്കറിയാം. എനിക്കൊരു അത്ഭുതം തോന്നിയിട്ടുള്ളത് ഈ സാബു സാറിന് എങ്ങനെ ഇങ്ങനെ എല്ലാ ദിവസവും ക്ലാസ് എടുക്കാൻ ആളെ കിട്ടുന്നു എന്നുള്ളതാണ്. അതൊരു വലിയൊരു അത്ഭുതം തന്നെയാണ്. തീർച്ചയായിട്ടും എല്ലാ ദിവസവും നല്ല എക്സ്പേർട്സിനെ സാറിന് ക്ലാസ് എടുക്കാൻ കിട്ടുന്നു എന്നുള്ളത്. ഇവിടെ കിട്ടിയില്ലേ? അമേരിക്കയിൽ നിന്നും ആസ്ട്രേലിയയിൽ എനിക്ക് ഇതുവരെ ക്ലാസ് എടുത്തിട്ട് ഇനി ഞാൻ ക്ലാസ് എടുക്കാൻ എനിക്ക് അത്ര ഇഷ്ടമല്ലെന്ന് പറഞ്ഞ എനിക്ക് വേണുഗോപാൽ സാർ മാത്രമേ ഉള്ളൂ. ആരും എന്നോട് അങ്ങനെ പറഞ്ഞില്ല. ഞാൻ പല പ്രാവശ്യം സാറിനോട് പറഞ്ഞു ക്ലാസ് എടുക്കാൻ, പക്ഷെ സാറ് എന്തോ എന്റെ ചെവിക്കൊള്ളുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ, ബാക്കി സത്യം പറഞ്ഞ 80 കുറഞ്ഞു പോയത് കൊണ്ടായിരിക്കും. 80 ഇച്ചിരി അയച്ചു കൊടുക്കണം. റീതിങ്കിങ് നടത്തി തിരിച്ചു വരും. സാർ റീതിങ്കിങ് നടത്തി തിരിച്ചു വരും. തീർച്ചയായിട്ടും സാർ ഇവിടെ ഉണ്ടല്ലോ, നമ്മുടെ പ്ലാറ്റ്ഫോമിലുള്ളത് വളരെ സന്തോഷം. തീർച്ചയായും സാബു സാറേ, ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. ഞാൻ ഓർക്കുന്നത് ഈ തുടക്കം മുതൽ കൂടെ പോരുന്നുണ്ട്, പക്ഷെ അന്നുള്ള ആളുകൾ ഇന്നും നമ്മുടെ കൂടെ ഉണ്ടെന്നുള്ളത് ഒരു സന്തോഷകരമായ കാര്യമാണ്. ചിലപ്പോ ലിസ്റ്റിൽ ആബ്സെന്റ് പലപ്പോഴും ഉണ്ടെങ്കിൽ പോലും അവര് നമ്മളോടൊപ്പം ഉണ്ട്. അതാണ് എൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. എന്തായാലും ഈ 2ാം വർഷത്തെ ആഘോഷം നമ്മൾ കുറയ്ക്കണ്ട. 1ാം വർഷം വളരെ ആക്സിഡന്റിലായിട്ട് വന്നു, ആഘോഷമായിട്ട് മാറി. പിന്നെ മുന്നോട്ട് 2 വർഷം ആയി എന്നുള്ളത് തന്നെ അറിയുന്നതിന് മുമ്പ് 2 വർഷം കഴിഞ്ഞു എന്നാണ് സാറ് പറയുന്നത്. എന്തായാലും അത് ആഘോഷിക്കാൻ ഒരു അവസരം ആവട്ടെ, ഉടനെ തന്നെ കാത്തിരിക്കുകയാണ്. തീർച്ചയായിട്ടും. പിന്നെ സാറ് പറഞ്ഞു ഈ അത്യാവശ്യ സമയത്ത് ആളെ കൊള്ളില്ലെങ്കിൽ പിന്നെന്തിനാ ആള്. അപ്പൊ എന്തായാലും ഒരമ്പ് എപ്പോഴും ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഇപ്പോഴും ഒരമ്പ് സൂക്ഷിച്ചു. അത് സൈഗാർനിക് ഇഫക്റ്റ് ഒന്നും ഉലഹനാൻ സാറിനെ ബാധിക്കത്തില്ലെന്ന് എനിക്ക് നല്ലോണം അറിയാം. സാറേ, വളരെ സന്തോഷം. സാറ് പറഞ്ഞു തൊപ്പിന്ന് ഞാൻ ഊരാൻ തയ്യാറല്ല, ഞാനും ഇടേണ്ടി വരുമെന്നൊരു ചെറിയ സംശയം മാത്രമേ ഉള്ളൂ. ഉലഹനാൻ സാറേ, നമ്മൾ ഒരേ കാര്യം ഓർക്കണം, എത്രയോ ആൾക്കാർക്ക് ചാൻസ് കൊടുത്തു എന്നുള്ളതാണ് സാബു സാർ ചെയ്ത കാര്യം. ഒരിടത്തും കിട്ടാത്ത ആൾക്കാർ ഒരു പ്ലാറ്റ്ഫോമിന് വേണ്ടി അലഞ്ഞു നടന്ന എത്രയോ ആൾക്കാർക്ക് സാറ് പ്ലാറ്റ്ഫോം കൊടുത്തു എന്നുള്ളത് ഒരു വലിയ കാര്യം തന്നെ. അവരെ മോട്ടിവേറ്റ് ചെയ്തു, അവരെ വളർത്തിക്കൊണ്ടു വന്നു. ജോയ് സാറിന് ഭയങ്കര ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, അനൗൺസ് ചെയ്യണോ, അത് ചെയ്യണോ, ഇത് ചെയ്യണമെന്ന്. അതിന്റെ പൊതു ഇപ്പൊ ഇവിടെ വന്നിട്ടാണ് മാറിയത്. കോളേജിൽ വെച്ച് സ്കൂളിൽ വെച്ച് നടന്നില്ല. പിന്നെ വേറെ തന്നെ അൻസാരി സാറിന് എന്തും പറയാൻ നമ്മൾ ലൈസൻസ് കൊടുത്തിട്ടുണ്ട്. സാർ പറഞ്ഞു. അൻസാരി സാറിന് പ്രത്യേകം ഓർക്കണം, ഏറ്റവും ആദ്യം കണ്ടിന്യൂസ് ആയിട്ട് ഏകദേശം 30 ദിവസം അൻസാരി സാറാണ് എനിക്ക് ക്ലാസ് തന്നത്. സത്യത്തിൽ അതാണ് എന്റെ ഏറ്റവും വലിയ വിജയമായിട്ട് ഞാൻ കണ്ടത്. അതിനുശേഷമാണ് പിന്നെ
റവന്യൂ ഡിപ്പാർട്ട്മെന്റ്, അതുപോലെ തന്നെ നമ്മുടെ PJ തോമസ് സാറൊക്കെ ആ ഒരു ചാനൽ സ്വീകരിച്ചു. അപ്പൊ അത് അപ്പൊ എത്രമാത്രം ആശ്വാസമാണെന്നറിയോ, കണ്ടിന്യൂസ് ഒരു ദിവസം ഒരാൾക്ക് കൊടുക്കാൻ എല്ലാ ചൊവ്വാഴ്ചകളും അൻസാരി സാറിനുള്ളതായിരുന്നു. അപ്പൊ അത് ഭയങ്കര ഒരു മോട്ടിവേഷനാണ്. ആ ചോയ്സ് ഞാൻ നോക്കേണ്ട കാര്യമില്ല. പക്ഷെ ഇപ്പൊ അങ്ങനെയൊന്നുമല്ല. ഇപ്പൊ എനിക്ക് എവിടെ നിന്ന് ആളെ വിളിച്ചാലും എനിക്ക് കിട്ടുമെന്നുള്ള വലിയ കോൺഫിഡൻസ്, അത്രമാത്രം ഒരു ബന്ധം ട്രെയിനേഴ്സുമായിട്ട് ഉണ്ട് എന്നുള്ളത് വളരെ സന്തോഷമാണ്. നമ്മുടെ രവീണ മാം തുടർച്ചയായിട്ട് കുറച്ച് ക്ലാസ് തന്നു. രവീണ മാം കുറച്ച് ക്ലാസ് തന്നു. അതെ, ഇതിന് വലിയ വേറൊരു കാര്യം എന്ന് പറയുന്നത്, പല ആൾക്കാർക്കും ഇപ്പൊ എന്റെ ഈ സൂം മീറ്റ് കൈകാര്യം ചെയ്യാൻ അറിഞ്ഞുകൂടാ. ട്രെയിനിങ് ഓഫ്ലൈനിൽ ട്രെയിനിങ് ഒക്കെ ഒത്തിരി നടത്തുന്നുണ്ട്. പക്ഷേ ഈ ഫീൽഡിൽ ഈ വേദിയിൽ തന്നെ ആദ്യമായിട്ട് കൈകാര്യം ചെയ്യണം. അപ്പൊ അതുകൊണ്ട് ഈ മോഡേൺ ഫെസിലിറ്റി ആയ സൂം മീറ്റ് ഒന്ന് പഠിക്കാനും അതിലൊന്ന് എക്സ്പേർട്ട് ആവാനും ഉള്ള ഒരു അവസരവും കൂടെ കൂടി സാബു സാർ ഉണ്ടാക്കി ഇതിനകത്ത്. സൂം പ്രസന്റ് ചെയ്യണത് ഞാൻ അതെ. അപ്പൊ അതൊരു ഒത്തിരി ഇതായിട്ടുണ്ട്, ഒത്തിരി ആൾക്കാർക്കത് ഉണ്ടായിട്ടുണ്ട്. പലർക്കും നമുക്ക് തന്നെ അത്ഭുതം തോന്നി. ഇപ്പോഴും നമ്മൾ വലിയ പ്രഗത്ഭനാൻ ധരിച്ചിരുന്ന ആള് സൂം മീറ്റ് അറിഞ്ഞുകൂടാ. കാരണം അത് കൈകാര്യം ചെയ്തിട്ടില്ല, അതിനുള്ള ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ടുമില്ല. അപ്പൊ ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് വലിയ ഇതാണ്. ഓക്കെ സാർ. അപ്പൊ എല്ലാം വളരെ സന്തോഷം. അതുപോലെ റോയ് സാറിന്റെ കയ്യിലും വലിയൊരു ഗിഫ്റ്റ് ഇരിപ്പുണ്ട്. അതായത് എനിക്കൊന്ന് മേടിച്ചെടുക്കണം. നമ്മുടെ ക്ലാസ്സിൽ ആരൊക്കെ സംസാരിച്ചിട്ടുണ്ടോ അവിടെ എല്ലാത്തിന്റെയും ഫോട്ടോ കൃത്യമായിട്ട് റോയ് സാർ എടുത്തു വെച്ചിട്ടുണ്ട്. എനിക്ക് പോലും എന്റെ കയ്യിൽ പോലും ഇല്ല. ആര് സംസാരിച്ചിട്ടുണ്ടോ അവരുടെ എല്ലാം കൈവശം ഞാനത് കണ്ടു. തരാൻ വേണ്ടി സാറേക്ക് തന്നില്ല. അതെ, അത് വല്ല ഏജൻസിക്കും വിറ്റ് കാശ് വാങ്ങിക്കാനുള്ള ഉദ്ദേശത്തിലാണെന്ന് തോന്നുന്നു കേട്ടോ. കൈവശം സാറ് എന്നെ കാണിച്ചപ്പോ ഞാൻ ഞെട്ടിപ്പോയി. എല്ലാവരും ആരൊക്കെ നമ്മുടെ പ്ലാറ്റ്ഫോം സംസാരിച്ചിട്ടുണ്ട് അവിടെ എല്ലാം പിക്ചർ സാറിന്റെ കയ്യിലുണ്ട്, പേരുൾപ്പെടെ. അതെങ്ങനെ കിട്ടി സാറ്? അല്ല, ഇതുണ്ടാക്കുന്ന ആരാ? സാറ് തന്നെ ക്യാമറയിൽ എടുക്കുന്നത്. കേൾക്കുന്നില്ല സാർ? അഡ്മിറ്റ് ചെയ്യും. അല്ല ഇതിലേ കേൾക്കുന്നില്ല, അഡ്മിറ്റ് ചെയ്യും. അല്ല, ഇത് സാറല്ലേ ഇതിന്റെ ഫ്ലെയർ ഉണ്ടാക്കുന്നത്. അപ്പൊ മറ്റേ അദ്ദേഹത്തിന് എങ്ങനെ കിട്ടുന്നത്? ഫ്ലയർ അല്ല സാർ, ഫ്ലയർ ഒക്കെ എന്റെ കൃത്യമായിട്ടുണ്ട്. അല്ല, സാറ് പറയുന്നത് 1 ഇയർ മീറ്റിന്റെ നമ്മൾ അവിടെ വെച്ച് ഏറ്റുമാനൂർ വെച്ച് കൂടിയപ്പോ ഞാൻ സാറിന് കാണിച്ചു കൊടുത്തു ആൾക്കാരുടെ. അപ്പൊ നമ്മളൊരു സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അതിന്റെ അടിയിൽ തന്നെ ആളുടെ പേരും കൂടെ എഴുതി കീപ്പ് ചെയ്താൽ മതിയല്ലോ, വേർഡിൽ ആൾ പേസ്റ്റ് ചെയ്യാം. അപ്പൊ അങ്ങനെ സാറേ എന്റെ കയ്യിലുള്ള സാറേ അല്ല, അത്രയും താല്പര്യം എടുക്കുന്നത് പോലും അത് തീർച്ചയായിട്ടും ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷെ ഓർമ്മയോടെ എല്ലാ ദിവസവും അത് ചെയ്യുക എന്ന് പറഞ്ഞാലേ ഇത് ഞാനിങ്ങനെ കറക്റ്റ് ആയിട്ട് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് എല്ലാ ദിവസത്തെയും. സാറേ, നിങ്ങളുടെ 200ന്റെ എങ്ങനെ പരിപാടി എവിടെ വെച്ചാ നടത്തുന്നത്? കോട്ടയത്ത് വെച്ചാന്നോ എവിടെ വെച്ചാ എങ്ങനെയാണ്? നമ്മള് കോട്ടയത്ത് വെച്ചല്ല, കോട്ടയത്തിന് പുറത്ത് വെച്ചാണ്. എവിടെയാ അതൊക്കെ നമുക്ക് തീരുമാനിക്കാം സാർ. നല്ലൊരു സ്ഥലം എടുക്കാം സാറേ, വല്ല റിസോർട്ടോ അല്ലെങ്കിൽ വാഗമൺ പോലെ സ്ഥലമോ എന്തെങ്കിലും ഒരു ഓഫ്ലൈൻ പ്രോഗ്രാം കണ്ടക്ട് ചെയ്യാം, എന്നോട് കൂടി ചെയ്യാം, ശരിയാക്കാം. എന്തായാലും 720 ആകട്ടെ ഏകദേശം. അത് അതിന് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യും. നമ്മൾ 2 വർഷം എന്ന് പറയുമ്പോൾ ഒരു കണക്കുണ്ടല്ലോ. അപ്പൊ സാറിന്റെ ബർത്ത്ഡേ ആവട്ടെ. അപ്പൊ ഇന്ന് ഈ ദിവസത്തെ കൂടുതൽ മനോഹരമാക്കാൻ ഗ്ലാഡിസൺ സാർ എത്തിയതിന് പ്രത്യേകം നന്ദി. സാറിന്റെ ആദ്യത്തെ ക്ലാസ്സാണ് നമ്മുടെ ഇവിടെ, അതുകൊണ്ട് തന്നെ അതും വളരെ സന്തോഷകരമായ അനുഭവമാണ്. സോ അപ്പൊ നമുക്ക് അതിന്റെ വേറാർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ? എന്തെങ്കിലും അഭിനന്ദനങ്ങളോ ആശംസകളോ ഒക്കെ നേരിടണമെങ്കിൽ പറയാം കേട്ടോ. ഗ്ലാഡ്സൺ സാറിനോട് ഒരു റിക്വസ്റ്റ് ഉള്ളത്, സാർ ഈ കൗൺസിലിംഗുമായിട്ട് ബന്ധപ്പെട്ട് കൂടുതൽ ക്ലാസ്സുകൾ കൗൺസിലിംഗിന്റെ ബേസിക് ഐഡിയാസ് ഒക്കെ ഒന്ന് എടുക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. ഞങ്ങളെ പോലെയുള്ളവർക്ക് ഇപ്പൊ റോയ് സാറിനൊക്കെ വേണ്ടായിരിക്കും, പക്ഷെ ഞങ്ങളെ പോലെ എനിക്കും ജോർജ് സാറിനൊക്കെ അത് നല്ലൊരു ക്ലാസ് ആയിരിക്കും. ഞങ്ങളും ചെറിയ കൗൺസിലറായിട്ടൊക്കെ അത് മാറണം എന്ന് ആഗ്രഹിക്കുന്നു. പഠിത്തം തുടങ്ങിയിരിക്കുന്നു അല്ലെ? പഠിത്തം തുടങ്ങിയിരിക്കുന്നു. എന്നായിരുന്നോ ഉദ്ഘാടനം? അല്ല, ഉദ്ഘാടനം കഴിഞ്ഞു, ഇന്ന് ക്ലാസ് ഉണ്ടായിരുന്നു. ജോർജ് സാർ പിന്നെ ടിയുടെ ഒരു മാസ്റ്റർ. സാറേ, ഗ്ലാഡ്സൺ സാറിന്റെ നമ്പർ ഒന്ന്. എന്റെ നമ്പർ 8129913099. എന്റെ ഇതില് ചാറ്റിൽ വേണേ ഇടാം. ഒന്നിട്ട് പറഞ്ഞാ ഞാൻ എഴുതിക്കോളാം. 8129913099.
ഇതിനകത്ത് ഇട്ടിട്ടുണ്ട്, ചാറ്റിനകത്തുണ്ട്. സാറേ ഞാൻ കോലഞ്ചേരിക്ക് അടുത്ത് കടക്കനാട്ടുകാരനാണ്. ഓക്കെ ഓക്കെ. നമ്മുടെ വേറൊരു സാറുണ്ട്, ജോസഫ് ജോൺ എന്ന് പറയുന്നത് സാർ. അവിടെ അതെ, തൊട്ടടുത്താണല്ലോ. സ്ഥലത്തിന്റെ പേര് പുല്ലുവഴി. സാറ് പുല്ലുവഴിയും കീഴിലും അടുത്തിരുന്ന സ്ഥലങ്ങളാണ്. ഒരു 3-4 കിലോമീറ്റർ ഉള്ളൂ. പുല്ലുവഴി എവിടെയാ സാർ? പുല്ലുവഴിയല്ല, കീഴിലോ. ജോസഫ് ജോൺ സാറാണ് കീഴിലോ. ഓക്കെ, അപ്പോൾ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. നാളത്തെ ദിവസം നമുക്ക് ഹാലൂസിനേഷൻ ആണ്, രവീനായിരിക്കും. ഓക്കെ, അപ്പോൾ സി യു എല്ലാവർക്കും. താങ്ക് യു. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്.